അവർക്ക് നമസ്കാരം. ഈ ദൂരെ മാറിയിരിക്കുന്നവർ അടുത്തേക്ക് വന്നിരുന്നാൽ കുറച്ച് സൗകര്യം ഉണ്ടായിരുന്നു. ഇത് കാണാൻ അറിയാനോ ഒക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ കഥകളി എന്ന് പറയുന്ന സംഗതി ഇൻറ്റിമേറ്റ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു വാക്ക് സായിപ്പന്മാർ പറയാറുണ്ട്. ഇൻറ്റിമേറ്റ് തിയേറ്റർ, ഇൻറ്റിമസി എന്നുള്ള വാക്ക് നമുക്കറിയാം. അപ്പോൾ ഏറ്റവും അടുത്തിരുന്ന് ഏറ്റവും മിനിമം ഓഡിയൻസിലേക്ക് മാത്രം സംവേദനം ചെയ്യപ്പെടുന്ന കലാരൂപങ്ങളിൽ ഒന്നാണ് കഥകളി. അതാണത് മാസിന് വേണ്ടിയിട്ടുള്ളതല്ല, ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയാറ്. അപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചു, ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ജാതി വിഭജനമാണ്. ക്ലാസിസം എന്ന് പറഞ്ഞാൽ, ക്ലാസിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രം ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ആ വിഭാഗം എന്നുള്ളത് കേരളത്തിൽ ഏതോ കാലം മുതലുള്ള ജാതി വ്യവസ്ഥയുടെ ഒരു ബിംബമായിട്ട് കഥകളി പോലുള്ള കലാരൂപങ്ങളെ കണ്ടു എന്നുള്ളതും ഇതിൻ്റെ ആസ്വാദക രാഹിത്യത്തിന് ഒരു കാരണമുണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിതാന്തമായ പരിശ്രമങ്ങൾ ആസ്വാദക പക്ഷത്തു നിന്നും കലാകാര പക്ഷത്തു നിന്നും ധാരാളം നടക്കുന്നൊരു സമയമാണ് കേരളത്തിൽ. എങ്കിലും അത് പൂർണ്ണാർത്ഥത്തിൽ ഒരു വിജയത്തിൻ്റെ വഴിയിലാണ് എന്ന് പറയാൻ വയ്യ. അപ്പോൾ പ്രവീൺ ഇങ്ങനെ നോക്കിയിട്ട്, പ്രേക്ഷകരുടെ മുഖത്തേക്കൊക്കെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഈ മുഖങ്ങളൊന്നും കഥകളി കാണാൻ അങ്ങനെ കണ്ടുപരിചയമുള്ള മുഖങ്ങളല്ലല്ലോ എന്ന് പ്രവീൺ പറഞ്ഞു. പിന്നെ പ്രവീൺ തന്നെ അതിന് ഉത്തരവും കണ്ടെത്തി. ചിലപ്പോൾ നമ്മുടെയൊക്കെ കളി കാണാൻ വരുന്നുണ്ടാവില്ലേ എന്നുള്ളൂ, കേമന്മാരുടെയൊക്കെ കളി കാണാൻ പോകുന്നുണ്ടാവുമായിരിക്കും എന്ന് സമാധാനിച്ചു. സാധാരണ ഞങ്ങൾ അങ്ങനെ നോട്ട് ചെയ്യാറുണ്ട്. ചില മുഖങ്ങൾ കഥകളി പ്രേക്ഷകരുടെ മുഖം കൂടി ഈ നാടകം പോലെയോ സിനിമ പോലെയോ പ്രേക്ഷകർക്ക് വെളിച്ചം വേണ്ടാത്ത കലാരൂപമല്ല കഥകളി. കഥകളിയിൽ വിളക്ക് കൊളുത്തുമ്പോൾ അറിയാം, ഒരു ഭാഗം സ്റ്റേജിലേക്കും മറ്റേ ഭാഗം പ്രേക്ഷകരിലേക്കും ലൈറ്റപ്പ് ചെയ്യുന്നത്. സ്റ്റേജിനെയും ലൈറ്റപ്പ് ചെയ്യും, ഈ പ്രേക്ഷക ഗൃഹത്തെയും ലൈറ്റപ്പ് ചെയ്യും. പ്രേക്ഷകരെയും ഞങ്ങൾക്ക് കാണണം എന്നാണ് ഞങ്ങൾ കഥകളിക്കാരുടെ ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഒരു 8,000-10,000 വോൾട്ട് ഞങ്ങളുടെ കണ്ണിലേക്കാണ്ട് അടിച്ചു തരും. അപ്പോൾ ഞങ്ങളുടെ കണ്ണ് ബൾബായിട്ടുണ്ടാവും, ഒന്നും കാണില്ല, ഒരു ശൂന്യതയാണ് നോക്കിയാൽ. ഏതായാലും വിഷയം തൗര്യത്രികം. അത് സെക്രട്ടറി ബോധപൂർവം എന്നാണ് കറക്റ്റായിട്ട് മറച്ചു, ഇനി അത് കാണണ്ട വെച്ചിട്ട്. തൗര്യത്രികം എന്നൊക്കെ പറഞ്ഞാൽ സംസ്കൃതത്തിൽ പറഞ്ഞാലേ കേമാവുള്ളൂ എന്നാണ് പൊതുവെ. എന്ത് കാര്യവും സംസ്കൃതത്തിൽ പറയുക എന്നാ കേമനാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുക. എല്ലാവർക്കും മനസ്സിലാവാത്ത ഭാഷ സംസാരിച്ചാൽ അയാൾ ബുദ്ധിമാനായി, അങ്ങനെയാണ് പൊതുവെ. മേതിൽ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കഥകളെന്ന് വായിച്ചാൽ എന്നെപ്പോലുള്ളവർക്ക് മനസ്സിലാവാറില്ല. അപ്പോൾ ഞാനത് അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു, ബുദ്ധി കുറവുള്ളവർക്കല്ല ഞാൻ എഴുതുന്നത്, ബുദ്ധിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എഴുതുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ ഈ തൗര്യത്രികം എന്ന് പറഞ്ഞാൽ 3 എന്നാണ്. മലയാളികൾക്ക് 3 കൂട്ടി മുറുക്കുക എന്ന് പറയാം, അല്ലേ? 3 മുക്കൂട്ട പെരുവഴി, 3 കൂടിയ വഴി. ഈ 3 എന്നുള്ള സംഖ്യ മലയാളികൾക്ക് വളരെ ഫെമിലിയർ, പ്രിയപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ട്. 1, 1, 2, 1, 2, 3. ഇപ്പം മേള പദ്ധതി നോക്കിയാലും ഈ ചുരുക്കുക, കയറ്റിറക്കങ്ങളൊക്കെ 3, 2, 1, 1, 2, 3 എന്ന് നമ്മളിങ്ങനെ മലയാളികൾ. പിന്നെ ഈ കുട്ടികൾ കളിക്കില്ലേ, ഗോട്ടി കളിക്കുമ്പോൾ 3 കുഴിയാണല്ലോ. അതെന്താ 5 കുഴിയായ എന്താ കുഴപ്പം? പക്ഷെ അത് 3. എന്തിന് ഉണ്ണായിമാർ വിധിയന്ത്ര തിരിപ്പ് 3 എന്നാണ് പറയുന്നത്. ഈ 3 വ്യാഖ്യാനിച്ചു. കരണീയം ദേവനമെന്ന് എനിക്ക് തോന്നി, ഭരണീയ ജനങ്ങൾക്ക് വെറുപ്പ് തോന്നി, തരുണിയെ വിട്ട് കാട്ടിൽ ഇരിപ്പ് 3. ഇപ്പോൾ ഈ 3 അങ്ങനെ 3ൻ്റെ ഒരു കളി പൊതുവെ മലയാളികൾക്കുണ്ട്. അത് തന്നെയാണ് കഥകളിയിലും. കഥകളിയിലത്തെ ഈ 3-നെ അത് പല വിധത്തിൽ വ്യാഖ്യാനിക്കാം. നൃത്തം, നൃത്യം, നാട്യം, അങ്ങനെ 3 ഉണ്ട്. ഈ 3 തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ എന്നോട് സംഘാടകർ പറഞ്ഞു, അത്ര പരിഭ്രമിക്കാനൊന്നുമില്ല, വലിയ ഗ്രഹീതക്കാരൊന്നും ഉണ്ടാവില്ല, മിണ്ടാണ്ടിരിക്കുന്നേ ഉള്ളൂ, മതി, മിണ്ടാണ്ടിരുന്നാൽ തന്നെ കുറേ സമാധാനമാണ്. അപ്പം നൃത്തം, നൃത്യം, നാട്യം, ഇത് 3 തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നൃത്തം എന്ന് പറഞ്ഞാൽ താളനിബദ്ധമായ ഒരു താളത്തിലുള്ള എല്ലാ ചലനങ്ങളെയും നമുക്ക് നൃത്തം എന്ന് വിളിക്കാം. ചില മരങ്ങളൊക്കെ നൃത്തം ചെയ്യും.
ഒരു കാറ്റ് വീശുമ്പോൾ തെങ്ങിൻ്റെ ഓലൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്യും, ആലിലയൊക്കെ നൃത്തം ചെയ്യും. അത് താളാത്മകമായ ചലനങ്ങളെയെല്ലാം നൃത്തം എന്ന് വിളിക്കാം. ഒരാൾ നടക്കുമ്പോൾ ഒരു പ്രത്യേക ഋതത്തിലാണ് നടക്കുന്നതെങ്കിൽ നല്ല താളാത്മകമാട്ടോ അയാളുടെ നടത്തം. സ്ത്രീകളെ പുരുഷന്മാർ പറയുമ്പോൾ ഒന്നുകിൽ അന്നനട അല്ലെങ്കിൽ ആനനട എന്ന് പറയാറുണ്ട് അല്ലേ. പക്ഷെ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഇപ്പം അത് പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് ആവട്ടോ മാഷെന്ന് പറഞ്ഞു. ഇപ്പം നിൻ്റെ നടത്തം കണ്ടാൽ ആനയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ ബോഡി ഷെയ്മിങ് ആണ്, കേസാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നടത്തം, അപ്പോൾ താളാത്മകമായ എന്തിനേയും, താളത്തിൽ നിബദ്ധമായിട്ടുള്ള എന്തിനേയും നമുക്ക്, എല്ലാ ചലനങ്ങളെയും നമുക്ക് നൃത്തം എന്ന് വിളിക്കാം. അതിന് പ്രത്യേകിച്ച് അർത്ഥമുണ്ടായിക്കൊള്ളണം എന്നില്ല. അതെന്തെങ്കിലും ഒരു ആശയം കൺവേ ചെയ്യാൻ, ആശയം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാവണം എന്നില്ല ആ ചലനം. അങ്ങനെ ധാരാളം ചലനങ്ങൾ കഥകളിലുണ്ട്. രണ്ടാമത്തത് നൃത്യം. നൃത്യം എന്ന് പറഞ്ഞാൽ പദാർത്ഥാഭിനയമാണ്, പദത്തിൻ്റെ അർത്ഥം അഭിനയിക്കുക. ഒരു പദം, കഥകളിയിലെ പദങ്ങളുണ്ടല്ലോ, കഥകളിയിലെ വാക്കുണ്ടല്ലോ, കഥകളിയിലെ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആട്ടക്കഥാ സാഹിത്യം ഉണ്ടല്ലോ, ആ പദങ്ങളെ, അതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിച്ച് അഭിനയിക്കുക, അതാണ് നൃത്യം. കഥകളിയിൽ അതും ഉണ്ട്. മൂന്നാമത്തതാണ് നാട്യം. നാട്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ രസാഭിനയവുമായി ഏത് ഭാവമാണ് പ്രകടിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രസമാണ് നിഷ്പന്നമാകേണ്ടത്, ഏത് രസത്തിലേക്കാണ് പ്രേക്ഷക ഹൃദയത്തെ എത്തിക്കേണ്ടത്, അതിനു വേണ്ടിയുള്ളതാണ് നാട്യം. അപ്പം ഈ തൗര്യത്രികം എന്ന് പറയുന്നത് നൃത്തം, നൃത്യം, നാട്യം എന്ന് മൂന്നെണ്ണം ഉണ്ട്. ഇത് പരസ്പരം വേറിട്ട് നിൽക്കല്ല, വെള്ളം കടക്കാത്ത അറകളിലാക്കി വച്ചിരിക്കുകയല്ല. ഇത് മൂന്നും കൂടി കെട്ടിമറിയുണ്ട്. ഇതിൽ നൃത്തവും നൃത്യവും അരിച്ച് എടുക്കാൻ, മാറ്റിയെടുക്കാൻ നമുക്ക് കാണില്ല, പറ്റില്ല, സാധിക്കില്ല. ഇതെല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ കഥകളിയിലെ ഈ നൃത്തം, നൃത്യം, നാട്യം എന്നുള്ളത് പോലെ തന്നെ ഗീതം, വാദ്യം, നൃത്തം അതുമുണ്ട് കഥകളിൽ. സംഗീതമുണ്ട്, വാദ്യമുണ്ട്, നൃത്തമുണ്ട്, അല്ലെങ്കിൽ അഭിനയമുണ്ട്. ഈ തൗര്യത്രികവും അപ്പോൾ രണ്ട് തരത്തിൽ ദ്വിമുഖമായ തൗര്യത്രിക ശോഭയുള്ളതാണ് കഥകളിയുടെ അവതരണം എന്ന് നമുക്ക് പറയാം. ഞാനിങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, പൊതുവേ നമ്മൾ മലയാളികൾക്ക് നമുക്ക് നമ്മളെക്കുറിച്ചൊരു വലിയ മതിപ്പില്ല. അതൊക്കെ അവിടെയാണ് കേമം. പുറമേയുള്ള കേമത്തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നിധിയെക്കുറിച്ച്, അസറ്റിനെക്കുറിച്ച് നമുക്ക് വേണ്ടത്ര ബോധമില്ല. അങ്ങനൊരു ഒരു ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മൾ വളർത്തപ്പെട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ അടുത്ത തലമുറയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്, നമ്മുടെ ഭാഷ, നമ്മുടെ സംസ്കാരം, നമ്മുടെ കലാരൂപങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും അഭിമാനിക്കാൻ വള്ളത്തോളം എന്തെഴുതിയിട്ടും കാര്യമൊന്നുമില്ല. കേരളമെന്ന് കേട്ടാൽ അല്ലേ എന്നൊക്കെ എഴുതി വെച്ചെങ്കിൽ പോലും നമ്മൾ അത്രയൊന്നും ധൃതങ്ക പുളകിയതിലാവാറില്ല മലയാളി. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ കഥകളിയിലെ ഈ സവിശേഷതകൾ, അതിനെ ഇപ്പോൾ കഥകളി ആസ്വദിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് ആസ്വദിക്കാൻ പോകേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് പോയിട്ടൊരു കാര്യമില്ല. ഇന്ന ആളുടെ വേഷമാണ്, ഞാൻ ഇന്ന് അയാളുടെ മുഖത്തെ ചലനങ്ങൾ, അയാളുടെ മുദ്രയുടെ ഭംഗിയൊക്കെ ഒന്ന് മനസ്സിരുത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പോയി ഇരിക്കുമ്പോഴാവും വാദകൻ, ചെണ്ടയോ മദ്ദളോ വായിക്കുന്ന ആൾ ഒരു 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 പ്രത്യേക മുഹൂർത്തത്തിൽ വളരെ താളാത്മകമായി, വളരെ സംഗീതാത്മകമായി ഒരു പ്രയോഗം നടത്തുന്നത്. നിങ്ങളുടെ ശ്രദ്ധ അപ്പോൾ അവിടേക്ക് പോയി. ആ ഒരു സെക്കൻഡ് നിങ്ങൾ വേഷക്കാരനെ മറന്ന് ഈ വാദ്യക്കാരനെ ഫോളോ ചെയ്യുന്നു. മറ്റൊരു സന്ദർഭത്തിൽ ഗായകൻ്റെ ഒരു പ്രയോഗമാവും നിങ്ങളെ കൂടുതൽ ആകർഷിച്ചത്. അപ്പം നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും. അതൊരു അപരാധമൊന്നുമില്ല, അത് ഒരു അപരാധമൊന്നുമില്ല. ഞാൻ വേഷം കാണാൻ പോയിട്ട് എനിക്ക് മുഴുവൻ വേഷത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ സമഗ്രമായ, ഇതിൻ്റെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആസ്വാദനമാണ് ശരിക്കും കഥകളിയിൽ നമ്മൾ നടത്തേണ്ടത്, അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കേണ്ടത്. ഒന്നിൽ നിന്നുകൊണ്ടുള്ള ആസ്വാദനമല്ല, അങ്ങനെ വേറിട്ട് നിൽക്കുന്നതുമല്ല കഥകളിയുടെ ആസ്വാദനം. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുകയും ചിലതൊക്കെ കാണിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഉദ്ദേശം. പിന്നൊരു ഇത് താഴത്തേക്ക് ഇറങ്ങാൻ കാരണം ജനാധിപത്യം നടപ്പിലാക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല കേട്ടോ.
ഇങ്ങനെയായ കുറച്ചും കൂടി അടുപ്പം തോന്നും. മറ്റത് ഞങ്ങളിങ്ങനെ മുകളിൽ ഏതോ ലോകത്തു നിന്ന് അവിടെ നിന്ന് പറയാം, നിങ്ങൾക്ക് ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, കോട്ടുവായിടേണ്ടവർക്ക് കോട്ടുവായ ഇടാം, മൊബൈലിൽ തോണ്ടേണ്ടവർക്ക് അതാവാം, അങ്ങനെ വിടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് താഴ്ത്തേക്ക്. അതിൻ്റെ അർത്ഥം ഇവിടെ ഗിവ് ആൻഡ് ടേക്ക്, ഇവിടെ കൊടുക്കലും വാങ്ങലും നടക്കണം. ഞങ്ങളിങ്ങനെ കൊടുക്കാനുള്ളവർ നിങ്ങളിങ്ങനെ വാങ്ങാനുള്ളവർ അങ്ങനെയല്ല, ഇത് തിരിച്ചു മറിച്ചൊക്കെ സംഭവിക്കണം. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ അയാളെ കണ്ടിട്ട് വേണം ഒന്ന് ചോദിക്കാൻ എന്ന് വിചാരിച്ച എന്തെങ്കിലും ചോദ്യമുണ്ടെങ്കിൽ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ട് അതിവിടെ ചോദിക്കാം. സ്വാഭാവികമായിട്ട് ഇവിടെ കേൾക്കുന്നതോ കാണുന്നതോ ആയ സംഗതികളിൽ നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും ഇവിടെ ചോദിക്കാം. ആ ഒരു ഇടം, ആ ഒരു സന്ദർഭം പരമാവധി ഉപയോഗിക്കുമ്പോഴാണ് ഈ ഇൻ്ററാക്ഷൻ ഉണ്ടാവുന്നത്. ഈ പത്മ സുബ്രഹ്മണ്യത്തെ പോലുള്ള നർത്തകർ അവർ ഡാൻസർ എന്ന് പറഞ്ഞ് ഞാനെല്ലാം പഠിച്ചു, മറ്റേ എല്ലാ കാരണങ്ങളും പഠിച്ചു, ഞാൻ ഡാൻസ് കളിച്ചു നടന്നാൽ മതി എന്നല്ല അവർ വിചാരിച്ചത്. അവർ ഇന്നൊവേറ്റീവായിട്ട് നിരീക്ഷിച്ച് കണ്ടെത്തിയ പുതിയ സങ്കേതങ്ങളെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. ഞാൻ ഇന്നതാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇങ്ങനെ പറഞ്ഞാലേ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ വർക്ക് എത്രമാത്രം മഹത്തരമാണെന്ന് പ്രേക്ഷകന് മനസ്സിലാവുള്ളൂ. അതൊരു തെറ്റല്ല. അവനെ കളിയാക്കിയ ആൾക്കാരുണ്ടോ, പിന്നെ നമുക്കിപ്പോൾ ഡെമോൺസ്ട്രേഷൻ ഒന്നും വേണ്ടോ, നമ്മളങ്ങോട്ട് പോയി കളിക്കും, വേണ്ടവർ കണ്ടോട്ടെ, അതല്ല. യഥാർത്ഥത്തിൽ അവിടെയാണ് കലയിലെ നമ്മളിപ്പോൾ ജനാധിപത്യം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ഈ സംഗതി വരിക. ഏതായാലും നമ്മുടെ ലക്ഷ്യം അതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ കഥകളിയിലെ ചലനങ്ങളും ഒന്നും കൂടിക്കോ. കഥകളിയിലെ ചലനങ്ങൾ താളാത്മകമായ ചലനങ്ങൾ, ഒരു താളത്തിൽ നിബദ്ധമായ ചലനം. ഇപ്പോൾ എന്നാ താൻ കേസുകോട്ട് എന്നുള്ള സിനിമയിൽ ദേവദൂതർ പാടി എന്ന് പറഞ്ഞിട്ട് കുഞ്ചാക്കോ ബോബ കളിക്കുന്നുണ്ട്. അയാൾ നന്നായി ഡാൻസ് കളിക്കാൻ അറിയുന്ന നടനാണെങ്കിലും അവിടെ വളരെ ഓക്വേർഡായിട്ട് കളിക്കുന്നതും അതും വളരെ താളാത്മകമായി കളിക്കുന്നതുകൊണ്ട് അതും നൃത്തത്തിൻ്റെ ഗണത്തിൽ പെടുകയാണ്. അതാ ഓർക്കെ പറയാം. അപ്പോൾ ഇങ്ങനെ അതെ, ഇപ്പോൾ ഒരാളിങ്ങനെ വെറുതെ നടക്കുന്നു, ഈ വെറുതെ നടക്കുന്നു എന്നുള്ളത് ഇങ്ങനെ നടക്കുമ്പോൾ എവിടേക്കെങ്കിലും പുറപ്പെട്ട് പോകുമ്പോൾ, പുറപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി, കാറിലായാലും നടന്നിട്ടായാലും ഓട്ടോറിക്ഷയിലായാലും ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴാണ് എന്തോന്ന് എടുക്കാൻ മറന്നു. തിരിച്ചു പോകുമ്പോൾ അറിയാതെ ഈ നടത്തത്തിൻ്റെ അല്ലെങ്കിൽ പോക്കിൻ്റെ വേഗത വർദ്ധിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മറന്നിട്ട് പോയി കഴിയുമ്പോൾ ഇതുവരെ അടന്ത 56 മാത്രയിൽ നടന്ന ആൾ ത്രിപുരയിലാണ് തിരിച്ച് പോവുക. ഞാൻ 2 താളത്തിൻ്റെ പേരാട്ടോ പറഞ്ഞത്, കഥകളിൽ ഉപയോഗിക്കുന്ന 2 താളങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അടന്ത 56 പോയിരുന്ന ആൾ ബസ് സ്റ്റോപ്പിൽ അയ്യോ മറന്നു, തിരിച്ചു കണ്ട് പോരുമ്പോൾ ഈ 56 പോയ ആൾ ത്രിപുരയിൽ തിരിച്ചു വരുമ്പോൾ കാണുന്നവർക്കൊക്കെ മനസ്സിലായി അയാൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ഇല്ലേ? ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ ജീവിതത്തിലെ നമ്മുടെ താളത്തിന് വരുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങളുടെ ബഹിസ്ഫുരണമാണ്. നമ്മുടെ മനസ്സിലുള്ള വികാരത്തെ പുറന്തള്ളാൻ, പുറത്ത് പ്രകടിപ്പിക്കാൻ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പ്രയോഗിക്കുന്നതാണ് ഈ താളത്തിൻ്റെ വൈവിധ്യം. ഇത് കഥകളിയിലും ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ കഥകളിയിൽ ഇപ്പോൾ ഒരു അടിസ്ഥാന താളാണ് തീ തീ തെയ്യം തത്ത തീ തീ തെയ്യം തത്ത തീ തീ തെയ്യം തത്ത തീ തീ തെയ്. ഈ താളത്തിൽ നടക്കാൻ പറഞ്ഞാൽ, സ്കൂൾ കുട്ടികളോട് പറഞ്ഞാൽ അവർ വളരെ അച്ചടക്കമുള്ള കുട്ടികളാകുമ്പോൾ തീ തീ തെയ്യം തത്ത തീ തീ തെയ്യം തത്ത നടക്കാനുള്ളതല്ല എന്നാണ് അവർക്ക് തോന്നുക. ആ ഇയന്തത്തെയും കൂടി ചേർന്നതാണ് താളം. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ? തീ തീ തെയ്യം തത്ത തീ തീ തെയ്യം തത്ത. താളത്തിൽ നടക്കാൻ പറയുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ്, ആ അകലം കൂടി ഈ താളത്തിൻ്റെ ഭാഗമാണ്. 4 മാത്ര എന്ന് പറയുമ്പോൾ 3 അടിയെ നമ്മൾ കാണുള്ളൂ. തീ തീ തെയ്യം തത്ത തീ തീ തെയ്യം തത്ത. ഈ 3 കഴിഞ്ഞ് 4ാമത്തെ ആളും കൂടി ചേർന്നാലേ താളമാവുള്ളൂ. അപ്പം താളത്തിൻ്റെ ഈ ഇടകൾ പോലും താളത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഇങ്ങനെയാണ് കഥകളിയിൽ എല്ലാ ചലനങ്ങളെയും താളനിബദ്ധമാക്കിയിട്ടാണ് അവതരിപ്പിക്കുക. താളത്തിൽ നൃത്യം കൊണ്ടാണ് ചെയ്യുക. അതിന് കാരണം ഈ
നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാവവ്യത്യാസം അല്ലെങ്കിൽ ഭാവം പ്രകടിപ്പിക്കാൻ ഈ താളം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രകൃതിയുടെ താളം തെറ്റി. അതെങ്ങനെ മനസ്സിലായി? പണ്ടൊക്കെ മേടമാസത്തിൽ മാത്രം പൂത്തിരുന്ന കൊന്ന ഇപ്പം കർക്കടകത്തിലും പൂക്കുന്നുണ്ട്. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. 40 ഡിഗ്രി ചൂടായി കഴിഞ്ഞാൽ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്നാണ് കൊന്ന പറയുക. 40 ഡിഗ്രി ചൂടായാൽ അതിന് മേടമാസം ആവണമെന്നില്ല. പ്രകൃതിയിൽ ചൂട് വർദ്ധിച്ചു കഴിഞ്ഞാൽ കൊന്ന പൂത്തുകൊണ്ടേയിരിക്കും. അപ്പം അപ്പോഴാണ് നമ്മൾ പറയണത് പ്രകൃതിയുടെ താളം തെറ്റി, മനസ്സിൻ്റെ താളം തെറ്റി എന്ന് നമ്മൾ പറയും. അതെപ്പോഴാണ്? ഞാൻ പറയുന്നില്ല. ഹൃദയത്തിൻ്റെ താളം തെറ്റി നമ്മളല്ല പറയുക, ഡോക്ടർമാർ പറയും, ഇല്ലേ? ഇതൊന്നും അല്ലാണ്ട് ചില സീരിയലിലെ നായകന്മാർ പറയും എൻ്റെ ജീവിതത്തിൻ്റെ താളം തെറ്റിയെന്ന്. ജീവിതത്തിൻ്റെ താളം തെറ്റ് അതെങ്ങനെയാണ്? ഇവളിങ്ങനെ ജീവിക്കുമ്പോൾ ഒരാൾ പിന്നിങ്ങനെ കുഞ്ചിഞ്ചി അതാണോ ജീവിതത്തിൻ്റെ താളം? ഞാൻ പറഞ്ഞത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതും കോൺക്രീറ്റ് ആയിട്ടുള്ളതും ഉള്ള താളങ്ങളുണ്ട്. ചില താളങ്ങൾ അബ്സ്ട്രാക്റ്റാണ്, ചില താളങ്ങൾ കോൺക്രീറ്റാണ്. കഥകളിയിലെ താളം കോൺക്രീറ്റാണ്, നമുക്ക് കാണാം, നമുക്ക് അനുഭവിക്കാം, അത് നമുക്ക് ഇഴ പേർത്ത് എടുക്കാൻ സാധിക്കും. അപ്പം ആ താളഘടനയിൽ നിന്നുകൊണ്ടാണ് കഥകളിയിലെ കഥകളിയിൽ മാത്രമല്ല കേട്ടോ, ഒരുവിധ എല്ലാ നൃത്തരൂപങ്ങളും താളനിബദ്ധമാണ്. നമ്മളിപ്പോൾ കഥകളിയെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നതുള്ളൂ. അപ്പോൾ ഈ താളനിബദ്ധമായ രംഗക്രിയകൾക്കാണ് തൗരത്രികത്തിലെ അടുത്ത വിഭാഗമായ മേളം ചേരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് നമ്മുടെ അസറ്റിനെ കുറിച്ച് അഭിമാനമില്ല. അത് അറിവില്ലായ്മ കൊണ്ടുള്ള അഭിമാനക്കുറവാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഈ കഥകളിയിലത്തെ മേളം തന്നെ ഒരു ഉദാഹരണം. ചെണ്ട എന്നുള്ള വാദ്യവും മദ്ദളം എന്നുള്ള വാദ്യവും 2 ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന ഞാൻ വിശ്വസിക്കുന്നു. 2 ശ്രുതിയിൽ നിൽക്കുന്ന 2 വാദ്യോപകരണങ്ങൾ ചേർന്നുകൊണ്ട് ഒരു സിംഫണി ഉണ്ടാക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇവിടെ ഈ ചെണ്ടയും മദ്ദളവും തമ്മിൽ ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട്. പഴുതുകൾ നികത്തുക. ചെണ്ടയുടെ പഴുതുകൾ മദ്ദളവും, മദ്ദളത്തിൻ്റെ പഴുത് ചെണ്ടയും, ഇങ്ങനെ പരസ്പരം കൊടുത്തും വാങ്ങിയും ഉണ്ടാക്കുന്ന വലിയ ഒരു നാദഗോപുരമാണ് കഥകളിയിലെ മേള പദ്ധതി. ദൗർഭാഗ്യവശാൽ നമുക്കതിനെപ്പറ്റി നമ്മളപ്പോഴേക്കും ബിഥോവൻ്റെ സിംഫണി അത് കേമല്ല എന്ന് പറയും. ബിഥോവനെ കുറിച്ച് പറയുന്ന ആള് ഇതും കൂടി കേൾക്കണം. ഇപ്പം ഞാൻ താളത്തിൻ്റെ ആൾ വന്നില്ല അല്ലേ, താളത്തിൻ്റെ ആളല്ല, താളത്തിൻ്റെ യന്ത്രം വന്നാൽ ഞാൻ കാണിച്ചു തരാം. അപ്പം ഈ ചെണ്ടയും മദ്ദളവും ചേർന്നുണ്ടാക്കുന്നത്, അതായത് ഒരു നൃത്തം നടക്കുമ്പോൾ, ഒരു അരങ്ങിൽ ഒരു നൃത്തം നടക്കുമ്പോൾ ചെണ്ട മദ്ദളം തുടങ്ങി 2 വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്ന ശ്രാവ്യ സൗന്ദര്യത്തിൻ്റെ വല്ലാത്തൊരു ഗോപുരം, മനോഹരമായൊരു ഗോപുരം കഥകളിയിൽ നമുക്ക് കാണാം. അത് തന്നെ നൃത്തം എന്നുള്ള ഘടകത്തിലുണ്ട്, നൃത്യത്തിലുണ്ട്. പാട്ടിനോടൊപ്പവും ഈ വാദനം, ചെണ്ടയും മദ്ദളവും ചേർന്നുള്ള ഈ മേളത്തിൻ്റെ സമന്വയം നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, ഒരു ഭാവാനുസാരിയാവുക, ഭാവത്തിന് അനുഗുണമാവുക. ഇപ്പോൾ മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയിൽ കൊട്ടാരം പെയിൻ്റടി എന്തായി നോക്കാൻ വേണ്ടിയിട്ട് ഇന്നസെൻ്റ് ചെയ്യണ കഥാപാത്രം രാഘവോ എന്നൊക്കെ വിളിച്ച് അവിടെ ചെന്നു. നിന്നോട് ഞാൻ 4 വലി വലിക്കുക എന്നല്ലേ പറഞ്ഞുള്ളൂ, നീ ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് കുറച്ച് കഴിയുമ്പോൾ രാഘവൻ്റെ റിപ്ലൈ ഇല്ല, രാഘവൻ്റെ മറുപടി കാണില്ല. അപ്പോൾ ഈ കൊട്ടാരത്തെക്കുറിച്ച് കുറേ ദുരൂഹമായ കഥകളുള്ളത് കാരണം ഇയാളുടെ മനസ്സിലും ചെറിയൊരു ഭയം വന്നു. അപ്പോൾ രാഘവോ എന്നുള്ള വിളി രാഘവോ എന്നാവുകയാണ്. ഈ രാഘവോ എന്നാവുമ്പോൾ ഈ കഥാപാത്രത്തിന് ഭയം തോന്നി എന്നറിയാൻ വേണ്ടിയിട്ട്, ഭയമാണ് ഉണ്ടാകുന്നതെന്നറിയാൻ ഒരു വയലിനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ വീണയിൽ പോലും ഒരു പ്രത്യേക ശ്രുതിയിൽ, ഒരു പ്രത്യേക താളത്തിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേൾക്കുമ്പോൾ അവിടെ ഭയത്തിൻ്റെ സൂചകമായി ആ ശബ്ദം കൂടി ഭാവം സൃഷ്ടിക്കുകയാണ്. വെറുതെ ഒരു ശബ്ദത്തിന്
മണിച്ചിത്രത്താഴ് എന്നുള്ള സിനിമയുടെ ഒരു കേമത്തം കേട്ട് ഒരു രാഗം തന്നെ പല ഭാവങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. വീണ എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് നാഗവല്ലി ആകുന്ന സമയത്തൊക്കെ വീണയിൽ മന്ത്രസ്ഥായിലുള്ള ചില സ്ട്രോക്സ് അത് ഒരു അത്ഭുതമായിരുന്നു. ആ കാലത്ത് അതൊരു അത്ഭുതം. ഈ വീണ എന്നുള്ള ഉപകരണം കൊണ്ട് ഇങ്ങനെ വികാരങ്ങൾ, ഇങ്ങനെ ഭാവം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള വലിയൊരു അത്ഭുതമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് കഥകളിയിലും ഇതുപോലെ കഥകളിയിൽ ഇതുപോലെ ഭാവാത്മകമായും താളാത്മകവുമായുമാണ് എല്ലാ ചലനങ്ങളും. അപ്പം നമുക്ക് കഥകളിയിലെ മേള പദ്ധതിയും താളപദ്ധതിയും എങ്ങനെയാണ് സിങ്ക് ആവുന്നത് ഒന്ന് നോക്കാം. അതാണല്ലോ തൗര്യത്രികം. ഈ രാജേഷ് ബാബു നല്ല ഹ്യൂമർ സെൻസുള്ള ആളാണ്. ഹ്യൂമർ സെൻസ് മാത്രമല്ല, നല്ല ബ്ലാക്ക് ഹ്യൂമറിൻ്റെ ആളാണ് മൂപ്പര്. അപ്പോൾ ഞങ്ങൾ ഈ കഥകളി ശില്പശാലയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇങ്ങനെ ചില വാക്കൊക്കെ കിട്ടിയാൽ അദ്ദേഹം ഊണ് കഴിക്കുമ്പോഴും കൂടി പറയും, ഇന്ന് തൗര്യത്രികം കേമായി കേട്ടോ. അതെന്താ ഇഞ്ചിത്തൈര് കേമായി എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവും. പക്ഷേ ഇന്നത്തെ തൗര്യത്രികം കേമായി എന്നൊക്കെ ദഹരണക്കാരോടും അങ്ങനെ പറയുന്ന ഒരാളാണ് രാജ. ഏതായാലും ഈ തൗര്യത്രികം എന്ന് പറയുന്നത് ഈ നൃത്ത ഗീത വാദ്യങ്ങൾ തമ്മിലുള്ള സമന്വയമാണ്. ആദ്യം ഇപ്പം കഥകളിലത്തെ ഒരു കലാശം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ലേ എങ്ങനെ കാണിക്കണത്? പെരുമ്പാവൂർ ക്ലബ്ബിലായാലും അങ്കമാലി ക്ലബ്ബിലായാലും കുന്നംകുളം ക്ലബ്ബിലായാലും കഥകളിക്കാർ ഇത് കാണിക്കാണ്ട് പോവില്ല. എന്താ അതിൻ്റെ അർത്ഥം ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഞാൻ ഈ കഥകളി പഠിക്കാൻ കമ്പം മൂത്തിരിക്കുമ്പോൾ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവരിങ്ങനെ കാണിക്കണേ? അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു ഉരുള 8 കഷ്ണം ഉപ്പേരി. അത് കുറച്ച് ഇങ്ങോട്ട് മാറ്റൂത്രേ. ഒരു ഉരുള 8 കഷ്ണം ഉപ്പേരി. അപ്പം ഇങ്ങോട്ട് മാറ്റും, ഒരു ഉരുള 8 കഷ്ണം, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. കാരണം അച്ഛൻ ഉദ്ദേശിച്ചത് അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. പക്ഷേ കുട്ടിയായ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി അച്ഛൻ പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം ഒരു ഉരുള 8 കഷ്ണം ഉപ്പേരി. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അർത്ഥനിരപേക്ഷമായ മുദ്രയാണ് ഇത്. നൃത്തഹസ്തം എന്നൊരു പേരിട്ടു. ഇപ്പം ഈ കാണിച്ച സംഗതി ചെണ്ടയും മദ്ദളവും കൂടി ചേർന്ന് താളത്തിൽ ഇപ്പം തി തി തൈ തി തി തൈ എന്നുള്ള താളത്തിലാണെങ്കിൽ ഞാൻ അത് പറഞ്ഞപ്പോൾ വേറെ എന്തെങ്കിലും ഓർമ്മ വന്നു? ആർക്കെങ്കിലും ഓർമ്മ വരും? സാമ്യമുണ്ട്. ഇത് വേഷക്കാരൻ്റെ വായ്ത്താരി ചൊല്ല. മദ്ദളക്കാരനും ചെണ്ടക്കാരനും ഇതിന് വേറെ വായ്ത്താരി ഉണ്ടാവും. അത് അവർ കൊട്ടുക ചെയ്യുക, പറഞ്ഞ് ശീലിക്കും, കൊട്ടുകയാണ് ചെയ്യുക. അപ്പം ഇത് ഈ വായ്ത്താരിയും ചെണ്ടയും മദ്ദളവും ചേർന്നുള്ള നാദവും കൂടി സിങ്ക് ആവുന്നിടത്താണ് ആ സംസ്കൃത വാക്ക് ഉണ്ടാവണം. എന്ത്? തൗര്യത്രികം. വേറെ ഒന്നുമില്ല. അപ്പം അന്ന് കണ്ടോ വിചാരിച്ചില്ല അല്ലേ? നിങ്ങൾ എന്തേ കണ്ട്? ചെണ്ടയും മദ്ദളവും ചേർന്ന് കൊട്ടി. ആ കൊട്ടിയത് ശ്രദ്ധിച്ചോ? വേണു ഒന്ന് കൊട്ടോ, വേണു മാത്രം, ചെണ്ട മാത്രം. ഇനി ഇത് മദ്ദളത്തിന് മാത്രം കൊട്ടി എന്താ ഉണ്ടാവുക? നമുക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല അല്ലേ? പക്ഷേ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ആദ്യം കൊട്ടിയാൽ എവിടേക്കോ എന്തോ ഒരു ഫില്ലാവാത്തതുണ്ട് എന്ന്. ഇനി രണ്ടും കൂടി ചേർത്തിട്ടാകുമ്പോഴോ ചെണ്ടയുടെ സൈലൻസിനെ ശബ്ദായമാനമാക്കുകയാണ് ആര് ചെയ്യണത്? മാത്രമേ അത് കുറച്ചും കൂടി വ്യക്തമാവുന്ന ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഇതൊരു പദ്ധതിയാണ്. കഥകളി എന്ന് പറയുമ്പോൾ വെറുതെ വേഷം കെട്ടി കളിക്കൽ മാത്രമല്ല, ഇങ്ങനെ കുറേ സംഗതി കൂടി നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണമല്ലോ.
ഇനി ഈ കലാശം എന്നുള്ളത് വട്ടം വെച്ച് കലാശം എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഘട്ടമുണ്ട്. വട്ടം വെച്ച് കലാശം എന്ന് പറഞ്ഞാൽ കഥകളിയിലത്തെ ശില്പങ്ങളെല്ലാം അല്ലെങ്കിൽ ചലന വ്യവസ്ഥകളെല്ലാം അധികവും വർത്തുളാകൃതിയിലാണ്. വർത്തുളാകൃതി വെച്ചാൽ വട്ടത്തിലാണ്. കഥകളിയിലെ കിരീടം വട്ടത്തിലാണ്, ചുട്ടികുത്തിയ മുഖം വട്ടത്തിലാണ്, ഉടുത്തുകെട്ട്. കഥകളി പഠിച്ചാലോ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി കഥകളി കാണാൻ തുടങ്ങിയാലോ നിങ്ങളും വട്ടത്തിലായി, പിന്നെ കേട്ട പോകാണ്ടിരിക്കാൻ വയ്യായി. അങ്ങനെ കുഴപ്പമുണ്ട് ഇതിന്. അപ്പം ഇങ്ങനെ ഈ വർത്തുളാകൃതിയിലുള്ള ഈ ചലന വ്യവസ്ഥയെ അങ്ങനെയുള്ളൊരു കലാശമാണ് വട്ടം വെച്ച് കലാശം. അതെടുക്കുമ്പോൾ ഞാനൊന്ന് ആദ്യം ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊന്തിക്കാന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ ചെയ്യുക അങ്ങനെയാണ്. ഇപ്പോൾ ഈ സിനിമാക്കാരൊക്കെ ഞാൻ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ വെറും ചെയ്ത്തല്ല നമുക്ക് കേട്ടോ നമ്മൾ. അപ്പം അതൊന്ന് നോക്കാം. ഇതാണ് വട്ടം വെച്ച് കലാശം. ഇനി ഇതിൽ ചണ്ടക്കാരനും മദ്ദളക്കാരനും കൂടി അവിടെ ഒരു ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മുമ്പിലേക്ക് ഈ ചവിട്ടിക്കയറി വരുമ്പോൾ പഴുതിലാണ്. പഴുതിച്ചാൽ ഓഫ് ബീറ്റിലാണ്, താളത്തിലല്ല. ആര് കൊട്ടുക? ഒന്നും മനസ്സിലാവണില്ലേ? ചെണ്ടക്കാരൻ താളത്തിലല്ല കൊട്ടുക. അപ്പോൾ വേഷക്കാരനെ ആരാ സഹായിക്കുക അറിയോ? മദ്ദളക്കാരനാണ്. അപ്പോൾ മദ്ദളക്കാരൻ താളത്തിൽ കൂടുകയും ചെണ്ടക്കാരൻ പഴുതിൽ കൂടുകയും ചെയ്യും. ഇതിന് ഒരു ഘട്ടം കഴിയുമ്പോൾ അത് മാറും. അത് മനസ്സിലായിണ്ടാവില്ല. ഇനിയും വേണം ഡെമോൺസ്ട്രേഷൻ, ഇനിയും വേണ്ടി വരും ഇപ്പോഴും. അപ്പം അതുവരെ പഴുതിൽ താളത്തിൻ്റെ ഗ്യാപ്പിൽ കൊട്ടിയിരുന്ന ചെണ്ട താളത്തിലേക്ക് മാറുകയും മദ്ദളക്കാരൻ തിരിച്ച് പഴുതിലേക്ക് പോകും. താൻ അങ്ങനെ വെച്ചാൽ ഞാൻ ഇങ്ങനെയൊന്നും അങ്ങനെയല്ല, കൊടുക്കൽ വാങ്ങലാണ്. ഈ മദ്ദളക്കാരനെ പഠിപ്പിക്കുമ്പോൾ മദ്ദളം പഠിക്കുന്നവർക്ക് നല്ല താളസ്ഥിതി വേണമെന്നാണ് പറയാം. എല്ലാവർക്കും വേണം, മദ്ദളക്കാരന് കുറച്ച് അധികം വേണം. ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഈ മദ്ദളക്കാരത്തിനെടുക്കാൻ ഒരു കുട്ടി അങ്ങാടിപ്പുറത്തുനിന്ന് വന്നു. കുട്ടിയുടെ പേരൊന്നും പറയില്ല. അപ്പോൾ നമ്പീശൻ കുട്ടിയാശാൻ ഇങ്ങനെ താളം പിടിച്ചിട്ട് ആ ചെക്കനോട് പറഞ്ഞു, ഇതിൻ്റെ പഴുതിൽ പിടിക്കുക പറഞ്ഞു. നമ്പീശൻ കുട്ടിയാശാൻ ഇങ്ങനെ താളം പിടിക്കുന്നുണ്ട്. ചെക്കനോട് പറഞ്ഞു ഇതിൻ്റെ പഴുതിൽ പിടിക്കാൻ. അപ്പം ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. നമ്പീശൻ കുട്ടിയാശാൻ ഇങ്ങനെ താളം പിടിക്കും. അപ്പം ആ പഴുതിൽ പിടിച്ചത് നമ്പീശൻ കുട്ടിയാശൻ്റെ കൈയിൻ്റെ ഗ്യാപ്പിൽ അവനെ സെലക്ട് ചെയ്തു. ഗംഭീര മദ്ദളക്കാരനായി. ഈ പഴുതും കൂടി ചേർന്നതാണ്. താളം മാത്രമല്ല, ഓഫ് ബീറ്റും കൂടി താളത്തിൻ്റെ ഭാഗമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തെയ്യം തത്ത എന്നുള്ളത് താളത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ പോലെ. അപ്പം ഇവിടെ ഇങ്ങനൊരു സംഗതി നടക്കുന്നുണ്ട്
ഇനി ഇതുമല്ല, ഇവിടെ ഞങ്ങൾ പറയുന്ന ഭാഷ വെച്ചിരുത്ത പിന്നാക്കം വന്നിവിടെ പരത്തി ചവിട്ടിയാൽ, പണ്ടൊക്കെ അതിവിടെ പൂർണ്ണ നിശബ്ദതയായിരുന്നു പതിവ്. മദ്ദളക്കാർ ഇങ്ങനെ തുടങ്ങിയിട്ട് കൊട്ട എന്നുള്ള നിലയ്ക്ക് ഒരു 2 സെക്കൻഡെങ്കിൽ 2 സെക്കൻഡ് കയ്യൊന്നും ഇവിടെ വയ്ക്കാലോ എന്ന് വിചാരിക്കും. പുതിയ കാലത്ത് വന്നപ്പോൾ ആ പഴുതും കൂടി തൂർക്കുക, വടക്കൻ ഭാഷയിൽ പറഞ്ഞാൽ നികത്തുക. ആ പഴുതും കൂടി നികത്തും. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാവില്ല, ഒന്ന് കാണാം. ഇതിപ്പോൾ ശ്രീജിത്ത് കൊട്ടിയുണ്ട് 10 റുപ്യ കൂടുതൽ കൊടുക്കുന്നില്ല കേട്ടോ ആരും. കൊട്ടിയില്ലാച്ച മാനം ഇടിഞ്ഞ് വീഴുമില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ കാലാനുസൃതമായ മാറ്റങ്ങൾ കഥകളി മേള പദ്ധതിയിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ അറിയുന്ന പ്രേക്ഷകരുണ്ട്, അറിയാത്തവരുണ്ട്, അത് വിഷയമല്ല. ഇങ്ങനെ ചില സംഗതികൾ കഥകളിയിലുണ്ട്. അപ്പോൾ ഈ ഗീതം, വാദ്യം, നൃത്തം ഇത് തമ്മിൽ ചേരുന്ന അതിൻ്റെ ആ ചേർച്ചയാണ് കഥകളിയുടെ സൗന്ദര്യത്തിൻ്റെ നിദാനം. ശ്രീരാമൊന്ന് വരുമോ? ഞാൻ 2 ബംഗാളികളെ കൊണ്ടുവന്നിട്ടുണ്ട് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിളിച്ചതല്ല കേട്ടോ, ക്ലബ്ബുകാരനെ വിളിച്ചതാണ്. കലാമണ്ഡലം ശ്രീരാമൻ കലാമണ്ഡലത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇപ്പോൾ താൽക്കാലിക അധ്യാപകനായിട്ട് പത്തിരിപ്പാലയിലുള്ള സദനം കഥകളി അക്കാദമിയിൽ ജോലി ചെയ്യുകയാണ്. ശ്രീരാമൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ശ്രീരാമന് തലതൊട്ടപ്പന്മാരൊന്നുമില്ല, ഗോഡ് ഫാദേഴ്സൊന്നുമില്ല. ശ്രീരാമനെ ഉണ്ടാക്കിയത് ഞാനാണ് എന്ന് പറയല്ല, ഈ ശ്രീരാമനെ വലുതാക്കിയത് ഞാനാണ്, അങ്ങനെ പറയണവരൊന്നും ശ്രീരാമൻ്റെ കൂടെ ഇല്ല എന്നുള്ളതാണ് ശ്രീരാമൻ്റെ ഭാഗ്യം. ശ്രീരാമൻ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ശ്രീരാമൻ്റെ പ്രയത്നവും ഗുരുനാഥന്മാരുടെ അനുഗ്രഹം. ഇപ്പോൾ ഒരു മുദ്ര വട്ടം വെച്ച് ചുഴിച്ച് ചാടി കാണിക്കുന്ന മുദ്ര, ചുഴിച്ച് ചാടി മുദ്ര ക്ലാസ് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എവിടെ നമ്മുടെ സെക്രട്ടറി എവിടെ? പോയോ? മുദ്രയുടെ ക്ലാസ് ഉണ്ടായി എന്നല്ലേ പറഞ്ഞേ? അപ്പം ഇനി വേണമെന്നില്ല അല്ലേ, എന്നാലും കാണിക്കാം. ഇപ്പം ബ്രഹ്മാവ് എന്നൊരു മുദ്ര ക്ലാസ്സിൽ പോയിട്ടുള്ളവർക്കറിയാം. ഇങ്ങനെ പിടിച്ചാൽ കഥകളിയിൽ ബ്രഹ്മാവായി. ഈ ബ്രഹ്മാവെന്ന് കാണിക്കാൻ വട്ടം വെച്ച് ചുഴിച്ച് ചാടി കാണിക്കുക, അതിന് വ്യവസ്ഥയുണ്ട്. ഒന്ന് കാണിക്കുക. ഇത് അതിൻ്റെ ഒരു ഘടന. ചില സന്ദർഭങ്ങളിൽ ഈ വട്ടം വയ്ക്കാനുള്ള സമയം ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ താളത്തിൻ്റെ ഘടനയും വെച്ചുണ്ടാവില്ല. അപ്പം മുൻപിൽ നിൽക്കുന്നൊരു കഥാപാത്രം അവിടെ നിന്ന് തന്നെ പരത്തി ചവിട്ടി ചുഴിച്ചു ചാടി ബ്രഹ്മാവ് എന്ന് കാണിക്കും. ഇപ്പം ബ്രഹ്മാവ് ആയില്ല എന്ന് തോന്നിയില്ല ആർക്കും. ചിലപ്പോൾ ഇത്രയും സമയം ഉണ്ടാവില്ല, 2 കാല് കുത്തി മാറിയിട്ട് ബ്രഹ്മാവ് എന്ന് കാണിക്കും. ഇനിയിപ്പോൾ ഇതിലൊക്കെ പൊതുവായിട്ട് വന്നൊരു സംഗതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. എന്തൊക്കെയായാലും പിന്നാക്കം ഇറങ്ങി നിന്നിട്ടേ ബ്രഹ്മാവ് എന്ന് കാണിക്കൂ. അല്ലാതെ ബ്രഹ്മാവ് എന്ന് കാണിക്കാറായ മുമ്പിലേക്ക് ഇങ്ങനെ പോവുക. അതെന്താ കാരണം എന്ന് വെച്ചാൽ, ഈ നാടകത്തിൽ പറയും സ്റ്റേജിനെ നമ്മൾ 9 കള്ളികളായിട്ട് തിരിക്കും. സ്റ്റേജിനെ 9 കള്ളികളായിട്ട് 3, 3, 3. ഈ 9 കള്ളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കള്ളികൾ നമ്മൾ വിചാരിക്കും നടുക്കലത്തെ കള്ളിയാണ് പ്രധാനം. അല്ല, ഫ്രണ്ടിലത്തെ മിഡിൽ പോർഷൻ പ്രധാനമാണ്. അതുപോലെ തന്നെ ബാക്കിലത്തെ മിഡിൽ പോർഷൻ പ്രധാനമാണ്. ഫ്രണ്ടിലെ ഈ കോർണർ പ്രധാനമാണ്, ഫ്രണ്ടിലെ ലെഫ്റ്റ് കോർണർ പ്രധാനമാണ്, ബാക്കിലെ ഈ കോർണർ പ്രധാനമാണ്, ബാക്കിലെ ഈ കോർണർ പ്രധാനമാണ്. പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാൻ്റെ വേഷങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം. ആശാൻ്റെ പ്രധാനപ്പെട്ട നമ്പറുകളെല്ലാം, അതായത് ലോകം കാണാൻ ആശാൻ ആഗ്രഹിക്കുന്ന ആശാൻ്റെ നമ്പറുകളെല്ലാം കൃത്യമായി ഈ കള്ളിയിൽ നിന്ന് വന്നിട്ടേ കാണിക്കുള്ളൂ. അത്
ആശാനിപ്പോൾ ഇങ്ങനെ ആവില്ല പറയണ്ടാവുക, അത് പത്മാശം പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ല, ആമുട്ടേശം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ ഗുരുനാഥന്മാർ ചുഴിച്ച് ചാടി എത്തുന്നൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ നിന്നിട്ട് വേണം ബ്രഹ്മാവ് എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ ആന എന്ന് കാണിക്കാൻ, രാജാവ് എന്ന് കാണിക്കാനുള്ളൊരു ബോധം ഈ അഭിനേതാവിൻ്റെ ശരീരത്തിൽ, മസ്തിഷ്കത്തിലല്ല. മസിൽ മെമ്മറി എന്നുള്ള സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് തർക്കം നടന്നുകൊണ്ടിരിക്കുക. അവർ തർക്കിച്ചോട്ടെ. ഞങ്ങൾക്ക് കഥകളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉറപ്പാണ് മസിൽ മെമ്മറി എന്നൊരു സാധനം ഉണ്ട്. ഞങ്ങളിങ്ങനെ കൈയിട്ടാൽ ഈ കൈ കൃത്യമാണോ അല്ലയോ എന്ന് കണ്ണാടി നോക്കാതെയോ അല്ലെ ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മസിൽ മെമ്മറി കൊണ്ടാണ്. തലച്ചോറ് മാത്രമല്ല എന്നർത്ഥം. ഈ മസിൽസ് തലച്ചോറിൻ്റെ ഭാഗമാണ്. തലച്ചോറും കൂടി ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, തലച്ചോറ് മാത്രമല്ല എന്ന് ഞാൻ പറയാം. അപ്പോൾ ഈ മസിൽ മെമ്മറി ഉണ്ട്. ഇതിന് ഈ മസിൽസിനെ മെമ്മറൈസ് ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പൊസിഷനിലെത്തും. അപ്പോൾ ബ്രഹ്മാവ് എന്ന് കാണിക്കാൻ അങ്ങനെ വന്ന് നിൽക്കുന്നു. ഇനി ഇത് ശത്രു എന്നൊരു മുദ്രയാണ് വയ്ക്കുക. ശത്രു എന്ന് മുദ്ര കാണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പിന്നാക്കം ഇറങ്ങാം. പക്ഷെ രാവണന് ശത്രു എന്ന് കേട്ടാൽ പിന്നാക്കം ഇറങ്ങാൻ പറ്റുമോ? രാമൻ നായർക്ക് ഇറങ്ങാം, രാവണന് പറ്റില്ലല്ലോ. രാവണന് ശത്രു എന്ന് പറഞ്ഞ് മുൻപാക്ക പോവുക എവിടെ എന്നുള്ള നിലയ്ക്ക്. അപ്പം ശത്രു എന്നുള്ള മുദ്ര കാണിക്കാൻ കഥകളിൽ ഉപയോഗിക്കുന്ന തന്ത്രം ഒരു തമാശയ്ക്ക് വേണ്ടി ശ്രീരാമ പിന്നാക്കം എന്ന് ഇറങ്ങിയിട്ട് കാണിച്ചു നോക്കൂ. അല്ല, പിന്നാക്കം ചാടണ്ട, ശത്രു എന്ന് കാണിച്ച് പിന്നാക്കം. ഉത്തരനൊക്കെ എങ്ങനെ കാണിക്കാം? ഉത്തരാസംവരത്തിൽ ഉത്തരുണ്ട്, മൂപ്പര് പെണ്ണുങ്ങളുടെ അടുക്കള അല്ല അന്തപുരത്തിലാണ് അധികം. അപ്പം ശത്രു എന്ന് മൂപ്പര് വേണ്ടിയിരുന്നില്ല എന്നുള്ള മട്ടിലാവും കാണിക്കാം ശത്രു എന്ന്. അപ്പം എന്താ കാണിക്കാൻ പോകുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നൃത്യം എന്നുള്ള എലമെൻ്റ് പദാർത്ഥത്തിൻ്റെ അഭിനയത്തിന് വേണ്ടിയിട്ട് കഥകളി ഉപയോഗിക്കുന്ന ഈ ചലനങ്ങളെല്ലാം അതിൻ്റെ നൃത്തത്തിൻ്റെ ഭാഗമാണ്. കഥകളിയിലത്തെ നൃത്തം എന്ന് പറഞ്ഞാൽ ഈ കലാശം, വട്ടം വെച്ച് കലാശം, ഇടക്കലാശം, തോങ്കാരം മാത്രമല്ല, ഇതെല്ലാം കഥകളിയുടെ നൃത്തത്തിൻ്റെ ഭാഗമാണ്. ഇനി നമ്മൾ നേരിട്ട് ഒരു കഥയിലേക്ക്, ഒരു കഥയുടെ അവതരണവുമായി ബന്ധപ്പെട്ട് എന്താ സ്ത്രീ കഥാപാത്രം ശത്രു എന്ന് പറയുമ്പോഴും മുൻപാക്കം വരും. ഈ ചാട്ടം ഒഴിവാക്കും. പ്രവീണൊന്ന് കാണിക്കും. രണ്ട് ബംഗാളികളെ കൊണ്ടൊന്നുള്ളൂ, വെറുതെ വൈകുന്നേരം കൂലി കൊടുക്കണ്ടേ. കലാമണ്ണം പ്രവീൺ കലാമണ്ഡലത്തിൽ PG ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ RLV മ്യൂസിക് അക്കാദമിയിൽ താൽക്കാലിക അധ്യാപകനായി ജോലി നോക്കുന്നു. പ്രവീൺ സ്ത്രീവേഷങ്ങളാണ് അധികം കേട്ടാൽ, അതുകൊണ്ടാണ് സ്ത്രീവേഷ സംബന്ധിയായിട്ട് ചോദ്യം വന്നപ്പോൾ ധൈര്യപൂർവ്വം ഞാൻ പ്രവീണെ. സ്ത്രീവേഷത്തിന് ശത്രു എന്ന് കാണിക്കേണ്ടി വന്നാൽ പ്രവീൺ എന്താ ചെയ്യുക? കാണിച്ചോളൂ. മുമ്പിലേക്ക് വന്നില്ല. ഇവിടെ ഈ അവളുടെ ശത്രുവിനെ കുറിച്ചല്ല പറയാം. കഥകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് ഇപ്പോൾ സിംഹികയാണ് പറയുന്നതെങ്കിൽ, സിംഹിക സ്ത്രീയാണല്ലോ, കഥാപാത്രം സിംഹികയാണ്, സ്ത്രീയാണ്. സിംഹിക ശത്രു എന്ന് കാണിക്കേണ്ടി വന്നാൽ മുമ്പിലേക്ക് ചാടിയിട്ടാണ് കാണിക്കുക. ഇവിടെ ഭീമസേനോട് പാഞ്ചാലി പറയാണ് അങ്ങയുടെ ശത്രു എന്ന് കാണിക്കേണ്ടി വന്നു വെച്ചാൽ, അവിടെ നേരിട്ട് പാഞ്ചാലിയുടെ ശത്രു അല്ല, ആരുടെ? ഭീമസേനൻ്റെ ശത്രുവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അവിടെ ഈ ശത്രു എന്നുള്ളതിന് ഈ വാക്കിന് മാത്രമേ പ്രാധാന്യമുള്ളൂ, അതിൻ്റെ ക്രിയയ്ക്ക് പ്രാധാന്യമില്ല. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അല്ലാണ്ട് സ്ത്രീകളെ സെക്കൻഡറി അല്ല, രണ്ടാം കടയാക്കി കാണിക്കല്ല. അവിടെ കഥാപാത്രത്തിൻ്റെ നേരിട്ടുള്ള ശത്രുതയ്ക്ക് പാത്രമാകാത്ത കഥാപാത്രമാണ് അപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ അവിടെ ഈ ചലനം ഉണ്ടാവില്ല. ക്ലിയറായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെ പദാർത്ഥാഭിനയവും നൃത്തവും വാദ്യവും ഗീതവും ഒക്കെ ചേർന്ന് കഥകളിയുടെ അവതരണത്തിൽ ഉത്തരാസ്വയംവരം എന്നുള്ള കഥയാണ് ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ഇവിടെ കളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കഥ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഉത്തരാസ്വയംവരവുമായി ബന്ധപ്പെട്ട് കുറച്ച് സംഭവങ്ങളും കൂടി കാണിക്കാമെന്നാണ് വിചാരിച്ചത്. ഉത്തരാസ്വയംവരം എന്ന ആട്ടക്കഥ ഇരയിമ്മൻ തമ്പി എഴുതിയതാണ്. ഇരയിമ്മൻ തമ്പിയുടേതായിട്ട് 3 ആട്ടക്കഥകളാണുള്ളത്. ഉത്തരാസ്വയംവരം 1, പിന്നെ ഏതാ
കീചകവധം, ദക്ഷയാഗം. കീചകവധത്തിനോടാണ് ആൾക്കാർക്ക് താല്പര്യം എന്നുള്ളത് മനസ്സിലായി. വധമാണ് എല്ലാവർക്കും ഇഷ്ടം. ബെസ്റ്റ് ഇരയിമ്പന്തമ്മയുടെ ഏറ്റവും നല്ല ആട്ടകഥ ഏതാണെന്ന് ചോദിച്ചാൽ കഥകളി പ്രയോക്താക്കളൊക്കെ പറയുക ഉത്തരാസ്വയംവരം എന്നാണ്. രചനാപരമായും കഥാപാത്ര നിർമ്മിതി കൊണ്ടും നാടകീയത കൊണ്ടും എല്ലാം നല്ല ഒരു മുറുക്കം അനുഭവിപ്പിക്കുന്ന കഥയാണ് ഉത്തരാസ്വയംവരം. അതിൽ ദുര്യോധനൻ ഭാനുമതി. ദുര്യോധനൻ ഒരു കത്തി വേഷമാണ്, ഭാനുമതി ഒരു മിനുക്ക് വേഷമാണ്. ഇതിൽ ദുര്യോധനൻ്റെ തെരനോക്കിന് ശേഷം ഇവർ രണ്ടാളും കൂടി ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ നായകനും നായികയും പ്രവേശിക്കുമ്പോൾ രണ്ട് തരത്തിൽ, ഇപ്പം നളനും ദമയന്തിയും രംഗത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ നളനായിട്ട് നിൽക്കണോ? അപ്പം ഞാൻ ആരാ നളൻ? ഇത് നളൻ, അത് ദമയന്തി കേട്ടോ. രണ്ടാം ദിവസത്തിൽ കോലയ വിലോചനയ്ക്ക് മുമ്പ് പ്രവേശിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിൽക്കുക? കാണുന്നോളൂ, ചിരിച്ചൊക്കെ പിരികളിക്കൊള്ളുന്നു. ഇങ്ങനെ വരിക. എന്താ കാരണം വെച്ചാൽ ഇനിയോ നിൻ ത്രപയൊന്ന് എനിക്ക് വൈരിണി മഞ്ഞെന്നാ പറയാം. ലേശം അകൽച്ചപ്പോഴുണ്ട്. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പം അതിനൊരു ലേശം പ്രശ്നമാർക്കുണ്ട്, ദമയന്തിക്കുണ്ട്. ഇനി ഇതേപോലെ തന്നെയാണ് കൃമീനവധത്തിൽ ധർമ്മപുത്രനും പാഞ്ചാലിയും കയറി വരിക. പക്ഷെ ഭാവതല്ല. അവിടെ എന്താ വെച്ചാൽ പൊള്ളുന്ന കാലാവസ്ഥയിൽ കാട്ടിലകപ്പെട്ട ദുഃഖ സ്ഥായിയിലാണ് ദ്രൗപദിയും പിടിച്ചുകൊണ്ട് ധർമ്മപുത്ര കയറിയാണ്. ഇനി സൗഗന്ധികത്തിൽ, കല്യാണ സൗഗന്ധ്യത്തിൽ ഭീമസേനും പാഞ്ചാലിയും കൂടി വരുമ്പോൾ, അപ്പോൾ അവിടെ ശ്ലോകത്തിൽ തന്നെ കാമിജനങ്ങൾക്ക് അനുകൂലമായ സമയത്ത് എന്ന് പറയുന്നുണ്ട്. കാലേ കഥാചിതഥ കാമിജനാനുകൂലേ. അപ്പോൾ കാമികൾക്ക്, പ്രണയികളായ രണ്ടു പേർക്ക്, പുരുഷനും സ്ത്രീക്കും ഏറ്റവും അനുകൂലമായ അവസ്ഥയിൽ എന്നുള്ള അതിനൊരു അടുപ്പം കാണിക്കാൻ വേണ്ടി ആലിംഗനബദ്ധരായിട്ടാണ് അവർ പ്രവേശിക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു. നമ്മളെ കളരിയിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ മേത്ത് തൊടരുത് എന്ന് പറയും. കാരണം വെച്ചാൽ കഥകളി വേഷക്കാരൻ്റെ ഈ പിന്നിലുള്ള സാധനമല്ലോ, ചാമരം, അതിൽ വേറൊരാളുടെ കൈ വേണ്ട, വിരലിങ്ങനെ തൊട്ടാൽ നമുക്ക് അസ്വസ്ഥതയാണ്. സ്ത്രീകൾക്ക് പൊതുവെ തലമുടി പിടിച്ച് വലിച്ചാൽ വലിയ സന്തോഷമല്ലേ എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരെയും പിടിച്ച് വലിച്ചിട്ടില്ല. വലിക്കപ്പെട്ട ഒരാളുടെ കഥ എനിക്കറിയാം, ദ്രൗപദി എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഈ മുടിയിൽ തൊട്ടാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഈ ചാമരം എന്ന് അതിന് പറയാം കഥകളിക്കാർ. ഇതിൻ്റെ മുകളിൽ തൊട്ടാൽ ഭയങ്കര അസ്വസ്ഥയാണ്. അപ്പോൾ ഗുരുനാഥന്മാർ ആലിംഗനം എന്ന് പറയുമ്പോൾ ഇതേ തലയുടെ ഇവിടെ പിടിക്കുള്ളൂ, ഇത് ഇവിടെ ഇങ്ങനെ പിടിക്കണ്ട. ഇങ്ങനെ പ്രവേശമുണ്ട്. ഇങ്ങനെ ഇപ്പം നരകാസുരനും ഭാര്യയും പ്രവേശിക്കുന്നത് ഇങ്ങനെയാണ്. നരകാസുരനും ഭാര്യയും പ്രവേശിക്കുന്ന പോലെ ഉത്തരാസമരത്തിനൊരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ അവിടെ ഈ ആലിംഗനബദ്ധരായി നിന്നു, അതിനുശേഷം ഉദ്യാനം കാണുന്നു, എന്നിട്ട് ഭാര്യയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കണു, എന്നിട്ട് അല്ലയോ പ്രിയെ നമുക്ക് ഉദ്യാനത്തിലേക്ക് പോവുകയല്ലേ എന്ന് മുദ്ര കാണിക്കുന്നു. ആ മുദ്രയുടെ സമയത്ത് കൈക്ക് കൂടുക എന്ന് പറഞ്ഞാൽ താളം ഉണ്ടാവില്ല. താളമില്ലാതെ ഈ അഭിനേതാവിൻ്റെ മുദ്രയുടെ ഒപ്പം ചേരുകയാണ് മേളം ചെയ്യുക. നമുക്ക് ആ ഭാഗം ഒന്ന് കാണാം. അത് കഴിഞ്ഞ് പോവുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഭാനുമതി ഓക്കേ എന്ന് പറയും. അവിടുന്ന് ആലിംഗനത്തിലേക്ക് പോകണു. ഒരു മേള പദ്ധതിയിലൂടെ ഇവർ പ്രവേശിക്കുന്നു. പതിഞ്ഞ കിടതീം താം എന്ന് പറയും. ആ ഭാഗം ഒന്ന് കണ്ടു നോക്കാം. കാണല്ലേ അവസാനം
അല്ലയോ പ്രിയേ? സംബോധന: പ്രിയേ. നമുക്ക് ഈ ഉദ്യാനത്തിൽ പോവുക, പ്രവേശിക്കുക എന്ന് വേണമെങ്കിൽ നല്ല ഭാഷയാക്കാം. പോവുക, അല്ലേ? ഭാനുമതിയുടെ മറുപടി: ഓ. ഒന്ന് കയ്യടിക്കൊക്കെ ആവാം. ഇതിപ്പോൾ എന്താ വെച്ചാൽ മലയാളികളുടെ രുചികളെയൊക്കെ രുചിയും അഭിരുചിയും ഒക്കെ നിയന്ത്രിക്കുന്നത് വേറെ ആരുമാണ്. അപ്പോൾ ഈ നല്ലൊരു കയ്യടി കൊടുക്കൂ എന്ന് പറഞ്ഞാലേ ഇപ്പോൾ കയ്യടി കൊടുക്കണുള്ളൂ ആൾക്കാർ. ഞങ്ങളുടെ കുന്നംകുളത്തുനിന്ന് കുറച്ച് പേര് ഈ രമേഷ് പിഷാരുടെ ഒരു പരിപാടിക്ക് ചാനലിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. 150 ഉറുപ്പ്യ കൊടുക്കും, 2 നേരം ഫുഡ്, AC-യുടെ ഉള്ളിൽ നിൽക്കാം. അപ്പം പറയണ നേരത്ത് ചിരിക്കണം, കൈയടിക്കണം എന്നൊക്കെയാണ് കണ്ടീഷൻ. നേറ്റു കുന്നംകുളത്തുള്ളവരാ, ഒരു വളരെ സത്യസന്ധമായിട്ടുള്ള ഒറിജിനൽസാണ് അവർ. ഈ ചിരി വന്നാൽ തന്നെ ചിരിക്കുള്ളൂ. ഇവർക്ക് ഈ പിഷാരിയുടെ അതൊന്നും കേട്ടിട്ട് ചിരിയൊന്നും വലുതാ. അപ്പോൾ അത് അവരങ്ങനെ ഇരുന്നു. സംഗതി വൈകുന്നേരം കാശ് കൊടുക്കാണ്ടേ പറ്റില്ല, ചിരിയൊന്നും കിട്ടിയില്ല. അപ്പം ചാനലുകാരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരെ ഒന്നിങ്ങനെ കാണിക്കും. ചിരി ശബ്ദത്തിൻ്റെ സമയത്ത് ചിരി ശബ്ദമിടൂ, നിലവിളി ശബ്ദമിടൂ എന്ന് പറഞ്ഞ പോലെ ചിരിയുടെയും അപ്ലോസിൻ്റെയൊക്കെ ശബ്ദമിടും, പ്രേക്ഷകരെ കാണിക്കില്ല. ശരിക്കുള്ള പ്രേക്ഷകർ കൈയടിച്ചിട്ടോ ചിരിച്ചിട്ടോ ഇല്ല, എവിടുന്നോ ചിരിയുടെ ശബ്ദമിടും. അതുപോലെ ഇനി ഞങ്ങൾ ഡെമോൺസ്ട്രേഷന് പോകുമ്പോൾ ഈ
ഇത് ശബ്ദം കൊണ്ടുപോകേണ്ടി വരും എന്നാണ് തോന്നുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാനോട് ഒരിക്കൽ വെറുതെ ഇങ്ങനെ നേരം പോക്ക് പറയാൻ പറ്റിയ മൂടാണെന്ന് തോന്നിയപ്പോൾ ഞാൻ ചോദിച്ചു, ആശാനും കുട്ടികളും കൂടി ഇങ്ങനെ തായമ്പ കൊട്ടുമ്പോൾ നേരത്തെ കൊട്ടിയ എണ്ണം തന്നെയാവും ചിലപ്പോൾ കൊട്ടുണ്ടാവുക, പക്ഷെ അപ്പം അങ്ങോട്ട് ഉണ്ടാക്കി കൊട്ടിയതാണെന്ന് ആൾക്കാർക്ക് തോന്നണ പോലെ നിങ്ങൾ അച്ഛനും മക്കളും കൂടി ഒരു ചിരിക്കൂല. അതൊക്കെ ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമല്ലേ ഇവിടെ വന്ന് ചില ആ ചിരി കൃത്യമായിട്ട് ഇങ്ങനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ചിരിയും കൂടി ചേർത്തതാണ് പെർഫോമൻസ്. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഇപ്പം നമ്മുടെ കാലം. ഏതായാലും പിന്നെ വേറൊന്ന്, ഇവിടുന്ന് ഇത്രയും ഈ 2 അടി നടക്കാൻ കഷ്ടി 1.5 മിനിറ്റ് എടുത്തു അല്ലേ. ഇപ്പോൾ ഇവിടെ റീൽസിൻ്റെ കാലമാണ്, പരമാവധി 50 സെക്കൻഡ്, അത് കൂടുതൽ കാണാൻ വിസിബിലിറ്റി ഇല്ല അതിൽ കൂടുതൽ. അങ്ങനത്തെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഇവിടെ ദുര്യോധനും ഭാനുമതിയും കൂടിയിട്ട് 2 അടി വയ്ക്കാൻ 1.5 മിനിറ്റ്. ഇനി ഇത് കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞ് നോക്കി കാണുക. നായകൻ നായികയെ നോക്കി കാണുന്നു. 4 താളവട്ടം, 32 × 4, 32 മാത്ര ഗുണം 4. ഇത്രയും സമയമെടുത്തിട്ടാണ് നായികയെ അടിമുടി നോക്കുന്നത്. അത് ഒരു പരിധി വരെ കഥകളി പ്രയോക്താക്കൾക്കല്ല കഥകളി ആസ്വാദകർക്കൊന്നും എന്താണ് അവിടെ നടക്കണമെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല. അവിടെ അവരിങ്ങനെ നിൽക്കുന്നുണ്ട്, ഇടയ്ക്ക് തല ഇളകുണ്ടോ എന്നൊരു സംശയം. എന്തപ്പോൾ സംഭവിച്ചേ? സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു താളവട്ടം, ആദ്യത്തെ 32 മാത്രം കൊണ്ട് നായികയുടെ മുഖം കാണുന്നു, അതിൻ്റെ ഭംഗി നടിക്കുന്നു. രണ്ടാമത്തെ താളവട്ടത്തിൻ്റെ പകുതിക്കൽ വെച്ചിട്ട് നായികയുടെ സ്തനങ്ങൾ കാണുന്നു. എന്നിട്ട് അതിൻ്റെ താളവട്ടത്തിൻ്റെ അവസാനം ഈ സ്തനങ്ങളുടെ തിക്കും തിരക്കും എന്നാണ് നമ്മളെ പഠിപ്പിച്ചേക്കണേ. അതെന്നെ എനിക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചുള്ളൂ. അത് നടിക്കുന്നു. മൂന്നാമത്തെ താളവട്ടത്തിൽ തുടക്കത്തിൽ കാമം നടിക്കുന്നു. മൂന്നാമത്തെ താളവട്ടത്തിൻ്റെ അവസാനം കാലടികൾ കാണുന്നു, അതിൻ്റെ ഭംഗി കാണുന്നു. 4ാമത്തെ താളവട്ടത്തിൻ്റെ 16ാമത്തെ മാത്രയ്ക്ക് മുഖത്തേക്ക് നോക്കുന്നു, അനുസരിക്കുന്നു. അത് ഗംഭീരമാണ്, ഈ ആൾ കൊള്ളാട്ടോ എന്ന് കാണിച്ചിട്ട് അവസാനം. ഇത്രയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ നമ്മുടെയൊക്കെ കാഴ്ചശീലമൊക്കെ മാറിയതുകൊണ്ട് ഇതൊന്നും നമുക്ക് വിസിബിൾ അല്ലാതെ ഉണ്ട്. ഞാനിപ്പോൾ ഡെമോൺസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ചിലതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പോരാത്തിന് കത്തി വേഷത്തിന് ഈ മുഖത്തെഴുത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ കത്തി തേച്ച് മൂക്കത്തിന് ഉണ്ടേം വെച്ചാൽ മുഖം എങ്ങനെ ഇളകിയാലും ആ ഇളക്കൊന്നും ഇവിടെ എത്തില്ല. എവിടെ എത്തില്ല? പോരാത്തിന് ഇതുപോലത്തെ സ്റ്റേജും ആവുക, 4 അടി പൊക്കമുള്ള സ്റ്റേജ്, അതിൻ്റെ മുകളിൽ 5 അടി പൊക്കമുള്ള വിളക്ക് വയ്ക്കും. എന്നിട്ട് എന്നെ പോലെ 3 അടി ഉയരമുള്ള ആൾ നിന്ന് കളിക്കും. എന്താ കാണുക? ഇടയ്ക്ക് മരത്തിനിടയിൽ കാണാമെന്നുണ്ടെങ്കിൽ നോക്കേണ്ടി വരും ആൾക്കാരല്ലേ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അരങ്ങാവതരണം. അത് പോട്ടെ. ഏതായാലും ആ ഭാഗം ഒന്ന് കണ്ടുവെക്കാം. കല്യാണി കാൺക മമ വല്ലഭേ എന്ന പദം ആലപിക്കുന്നതിനനുസരിച്ച് ഇവിടെ ദുര്യോധനൻ ഭാനുമതിയെ അടിമുടി ഒന്ന് നോക്കുകയാണ്. കൂത്തമ്പലത്തിൽ നളചരിതം 2-ാം ദിവസം നടക്കുമ്പോൾ കുന്നംകുളത്തുള്ള ലോനപ്പേട്ടനെയും കൊണ്ട് VK ശ്രീരാമേട്ടൻ കളി കാണാൻ പോയി. കുബലവിലോനെ 56 മാത്രമാണ്. ലോനപ്പേട്ട തുടങ്ങുമ്പോൾ തുടങ്ങി തോണ്ട. എന്ത് ശ്രീരാമേട്ടൻ നമുക്ക് പോവുക, നിൽക്കട നല്ല രസാടാ പറഞ്ഞ് ശ്രീരാമേട്ടൻ ഇരിക്കാൻ ശ്രമിക്കുന്നത്. പൂവ് ശ്രീരാമേട്ട കുറച്ച് ഞാൻ ഗോപിയാശം കുവലയെന്ന് പിടിച്ചു. ഈ ചങ്ങായി ഇത് വിടുന്നില്ല കേട്ടോ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരിക ശ്രീരാമേട്ടൻ. തൊയിരക്കേടുകൊണ്ട് ശ്രീരാമേട്ടൻ പോയി ചായ കുടിച്ചു വന്നപ്പോഴും ഗോപിയാശ ഈ നിൽപ്പാത്രേ. ഇതന്നെ ശ്രീരാമേട്ടൻ ഞാൻ പറഞ്ഞത്, ഇതൊന്നും വേണ്ട, നമുക്ക് കുന്നംകുളത്തിരുന്നാൽ പോരായിരുന്നോ. അപ്പോൾ ഈ നമ്മളെ ജീവിതത്തിൻ്റെ വേഗമല്ല അരങ്ങിലെ കലയുടെ വേഗം. ഈ 2 വേഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഈ വക കലാരൂപങ്ങളെ ഇപ്പോൾ കലാരൂപങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഏതായാലും അതൊന്ന് കണ്ടുനോക്കാം. ആ നോക്കി കാണുക എന്നാണ് അതിന് വാക്ക് പറയാം. കല്യാണി
വല്ലഭേ കാര്യം പറയാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ, നോക്കി കണ്ടിട്ടേ ഉള്ളൂ. ഇനി കഥകളിലത്തെ കത്തിവേഷങ്ങളുടെ പതിഞ്ഞ പദങ്ങളുടെ സ്ലോ ടെമ്പോയിലുള്ള പദങ്ങളിലൊക്കെ ഒരു ഭാഗം വിസ്തരിച്ച് അഭിനയിക്കും. ഇപ്പം കീചകവധത്തിലാണെങ്കിൽ മല്ലീശ്വര വില്ലിനോട് മല്ലിടുന്ന നിൻ്റെ ചില്ലിയിലത കൊണ്ടെന്നെ തല്ലിടായുക തന്നെ എന്നുള്ള ഭാഗം വിസ്തരിച്ച് അഭിനയിക്കും. നരകാസുരൻ്റെ പദത്തിലാണെങ്കിൽ കേകികളുടെ നല്ല കേളികൾ കണ്ടിതോ എന്നുള്ള ഭാഗം വിസ്തരിച്ച് അഭിനയിക്കും. അങ്ങനെ കത്തിവേഷത്തിൻ്റെ പതിഞ്ഞ പദങ്ങളിൽ ഒരു ഭാഗം വിസ്തരിച്ച് അഭിനയിക്കാൻ വേണ്ടി എഴുതി വച്ചിട്ടുണ്ട്, ചെയ്യാറുണ്ട്. അതുപോലെ വിസ്തരിച്ച് അഭിനയിക്കുന്ന ഭാഗം ഉത്തരാസംവരം ദുര്യോധൻ്റെ കോകി നിൻ മുഖം കണ്ട് ചന്ദ്രനെന്ന് ചിന്തിച്ച് ഏകാന്തം വിരഹത്തെ ശങ്കിച്ചിതാ ഏകലോചനം കൊണ്ട് കോപമോട് നിന്നെയും ശോകമോടവരേണ്ണ നോക്കുന്നു പതിയേയും എന്ന ഭാഗം. അപ്പോൾ ഏകലോചനം എന്നുള്ള വാക്ക് പ്രസിദ്ധമായി. പ്രേംജി എന്നുള്ളൊരു നാടക നടൻ്റെ ഒരു ഫോട്ടോ ഒരു കാലത്ത്, അത് ഒരു അദ്ദേഹം ഒരു ഭാഗത്ത് സന്തോഷവും ഒരു ഭാഗത്ത് ദുഃഖവും അഭിനയിക്കുന്ന പേശി ചലന വ്യവസ്ഥയായിട്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇതായിട്ടുണ്ട്. പിന്നെ ചിലർ സ്കൂളിൽ ടീച്ചർമാർക്ക് ഈ ഡീവിയേറ്റഡ് ഐസ് ഉള്ള ടീച്ചേഴ്സിനെ ഞങ്ങൾ ഏകലോചനം എന്ന് വിളിച്ചിരുന്നു. ഞാനല്ല, എൻ്റെ കൂട്ടുകാർ. അപ്പോൾ ടീച്ചർ ഗോപാലിനോട് ചോദിച്ചാൽ അപ്പോൾ ഗോവിന്ദ എണീറ്റിക്കും. അങ്ങനെയാണ് ടീച്ചറുടെ ഒരു പ്രശ്നം. അങ്ങനെയുള്ളവരെയും നമ്മൾ പറയാറുണ്ടായിരുന്നു ഏകലോചനം എന്ന് പറയാറ്. ഏതായാലും കഥകളിയിലെ ഏകലോചനം, പക്ഷെ അത് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ ആശാൻ്റെ ഏകലോചനമല്ലോ, ഒരു ഭാഗത്ത് ഇങ്ങനെ കത്തിക്കാളുന്ന രൗദ്രം, മറ്റേ ഭാഗത്ത് ഇങ്ങനെ സങ്കടം. ആശാൻ പോലും അത്രയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. കഥകളിൽ ഞങ്ങളെ അങ്ങനെ അഭ്യസിപ്പിക്കുന്നുമില്ല. കോപം, ശോകം, താലികെട്ട് ശ്രീനിവാസൻ്റെ ഡയലോഗില്ലേ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ ഡ്യൂറേഷൻ ഇങ്ങനെ കുറച്ച് വരിക. കോപം, ശോകം, ആദ്യം 32 മാത്ര കോപം അഭിനയിച്ചു, 32 മാത്ര ശോകം അഭിനയിച്ചു. പിന്നെ അത് 16, 8, 8, 4, 4. ഇത് കഴിഞ്ഞ് ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുന്ന നടന്മാരുണ്ട്. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് ഇടത് കണ്ണിൽ കോപവും വലത് കണ്ണ് എന്നാട്ടോ ഞാൻ പറയണേ, ബാക്കി ഭാഗമൊന്നുമല്ല, ഇടത് കണ്ണിൽ കോപവും വലത് കണ്ണിൽ ശോകവും വരുത്തുന്ന അപൂർവം പ്രയോക്താക്കളും കണ്ടിട്ടുണ്ട്. ഏതായാലും അഭ്യസിപ്പിക്കുമ്പോൾ അങ്ങനെ ചെയ്യിപ്പിക്കാറില്ല. ആ ഭാഗം നമുക്ക് ശ്രീരാമനെ കൊണ്ടൊന്ന് പണിയെടുപ്പിച്ച് നോക്കാം. ഏതായാലും വന്നതല്ലേ അല്ലേ, കാണല്ലേ? ബോറടിക്കണ്ടോ? അടിച്ചാലും നിവൃത്തിയൊന്നുമില്ല, വിളിച്ചു വരുത്തുമ്പോൾ
ശങ്കീച്ചിത
കൊണ്ടു നിന്നെ அபரேண
ഇത് കഴിഞ്ഞാൽ എല്ലാവർക്കും ചായയും വടയും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മനസ്സിൽ സങ്കല്പിച്ചാൽ മതി. ഇതാണ് പതിഞ്ഞ പദത്തിൻ്റെ ഘടന. മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ശ്രമകരമാണ് ഇതിൻ്റെ ആസ്വാദം. നിർത്താറായോ? ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാ സൂചന തരേ, കൂക്കൊന്നും പതിവില്ല. അപ്പം ഈ വളരെ സട്ടിലായിട്ടുള്ള വളരെ സൂക്ഷ്മമായ അഭിനയ സങ്കേതങ്ങൾ ഉൾച്ചേർന്നിട്ടുള്ളതാണ് കഥകളിയിലെ പതിഞ്ഞ പദങ്ങളെല്ലാം. പതിഞ്ഞ പദമാവാൻ, അതായത് സ്ലോ ടെമ്പോയിലേക്ക് കൊണ്ടുപോകാൻ കാരണം കൂടുതൽ ഡീറ്റെയിലിങ്ങിന് വേണ്ടിയാണ്. അപ്പം ആ ഡീറ്റെയിൽഡായിട്ടുള്ള സംഗതികൾ ആസ്വദിക്കാൻ നമ്മളും കുറച്ച് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ആസ്വാദകർ. ഈ രസനിഷ്പത്തി എന്നുള്ള അധ്യായത്തിൽ നാട്യശാസ്ത്രത്തിൽ പറയണത് സുമനസ്സുകൾക്ക് ആസ്വദിക്കാൻ എന്നാണ് പറയുന്നത്. സുമനസ്സുകൾ എന്ന് പറയുമ്പോൾ അതിന് കെ പി നാരായണ പിഷാരി മാഷ് വ്യാഖ്യാനത്തിൽ എഴുതിയിട്ടുണ്ട്, മനസ്സുഖമുള്ളവർക്ക്. നമ്മൾ ചില കലാരൂപങ്ങൾ നമ്മുടെ ദുഃഖങ്ങളെ അകറ്റാൻ സഹായിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്, ചില കലാരൂപങ്ങളെ. പക്ഷെ ഈ ക്ലാസിക്കൽ ശാസ്ത്രീയ കലകൾ അങ്ങനെയല്ല. ശരിക്ക് ആ കലകളുടെ ആസ്വാദനം മനസ്സുഖമുള്ളവർക്കാണ് അതിനെ കൃത്യമായി ആസ്വദിക്കാൻ സാധിക്കുക. വേറെ 100 ടെൻഷനുകളുടെ ഇടയ്ക്ക്
കഥകളി കാണാൻ പോയിരുന്നിട്ട് കാര്യമില്ല. അപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് കഥകളി കാണാൻ മലയാളികൾ പോവാത്തതെന്ന്? ടെൻഷൻ ഒടുങ്ങിയിട്ട് വേണ്ടേ, ഇതൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണും, സ്വാഭാവികം. ഏതായാലും ഇനി ഈ സാധാരണ കഥകളിൽ കത്തിവേഷങ്ങളുടെ പെണ്ണുവേഷങ്ങളൊക്കെ സ്ത്രീവേഷങ്ങളൊക്കെ ഭർത്താവ് എന്താ പറയണത്, ഓ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ കാര്യം, അങ്ങനൊരു വാചകം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക പതിവ്. ഇവിടെ ദുര്യോധനൻ്റെ ഭാര്യ ഭാനുമതി, നമ്മളെ മനസ്സിരുത്താതെ പോണ സംഗതി എന്ന് വെച്ചാൽ ദുര്യോധനൻ ഏകപത്നി വ്രതക്കാരനാണ്. പാണ്ഡവരുടെ പോലെ തീർത്ഥയാത്രയ്ക്ക് പോയപ്പോൾ 3 പെണ്ണ് കിട്ടി, കാട്ടിലേക്ക് പോയപ്പോൾ 5 പെണ്ണ് കിട്ടി എന്നുള്ള കഥയൊന്നും ആരെ പറ്റി ഉണ്ടാവില്ല, ദുര്യോധനെ പറ്റി ഉണ്ടാവില്ല. ആ അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനം അതിൻ്റെ 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കേണ്ട ആര്? ഭാനുമതി. അപ്പം ദുര്യോധനൻ്റെ മനസ്സ് ഭാനുമതി അറിയുന്നത് പോലെ ഭാനുമതിയുടെ മനസ്സ് ദുര്യോധനനും അറിയുന്നുണ്ട്. അതാണ് രാജസൂയത്തിന് പോയി കൊട്ടാരത്തിന് വെച്ച് ഭാനുമതി ഒരു വാക്ക് പറഞ്ഞു. അതാണ് ആ ഇവിടേക്ക് സഭാപ്രവേശത്തിലേക്കൊക്കെ എത്തിയത്. ഞാൻ വിഷയത്തിൽ നിന്ന് മാറില്ല. ഏതായാലും ഇവിടെ ഭാനുമതിയുടെ പദം ഒരു പ്രൗഢയായ നായിക തൻ്റെ നായകനോട് പ്രണയാതുരയായി പറയുന്ന അതിൻ്റെ എല്ലാ സംഗതികളും ഉൾച്ചേർത്തുകൊണ്ടാണ് ഇരയിമ്മൻ തമ്പി എഴുതി വച്ചിട്ടുള്ളത്. അതിമനോഹരമായ പദമാണ്, അതിമനോഹരമായി ആവിഷ്കരിക്കാൻ സാധ്യതയുള്ള പദമാണ്. ഒരു സ്ത്രീവേഷത്തിൻ്റെ ഇടമട്ട് പദങ്ങളിൽ വളരെ ശ്രദ്ധേയമായ പദമാണ്. അതിലത്തെ ഒരു ഭാഗം ഏതാണ് ചെയ്യുന്നത്? നിർജ്ജനം. അതേതാ രാഗം രാജേഷ് ബാബു? യദുകുല കാമ്പോജി, എരിക്കില കാമോദരി എന്ന് പറയും, അങ്ങനെയും പറയും, യദുകുല കാമ്പോജി. അപ്പോൾ ആ ഭാഗം നമുക്ക് കണ്ടുനോക്കാം. ശ്രീരാമൻ ഇരുന്നോളണമെന്നില്ല, ഇവിടെ ഇരുന്നോളണമെന്നില്ല, അല്ലെങ്കിൽ निर्जर
സജ്ജ ശരാസി ജഗ ജയ മൽമഥ സരാസി ജഗ ജയ മന്മഥ സജ്ജ ശരാസി ജഗ ജയ മൽമഥ സജ്ജ ശരാസി ജഗ ജയ മന്മഥ സജ്ജ ശരാസി ജഗ ജയ മൽമഥ സജ്ജ സരാസി ജഗ ജയ മന്മഥ സജ്ജ ശരാസി ജഗ ജയ മൽമഥ ശരാസി ജഗ ജയ മന്മഥ ഉജ്ജ്വലയതി മമ സജ്വരമധികം ഉജ്ജ്വലയതി മമ സത്വരമധികം ഉജ്ജ്വലയതി മമ സജ്വരമധികം ഉജ്ജ്വലയതി മമ സത്വരമധികം ഉജ്ജ്വലയതി മമ സജ്വരമധികം അധികം സജ്ജ ശരാസി സുന്ദര ശൃണു കാന്ത മാമക വാചം വരികളുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. കഥകളി വിക്കിപീഡിയ ഒരു പീഡികയുണ്ട്. ആ പീഡികയിൽ പോയാൽ ഇതിൻ്റെ ടെക്സ്റ്റും കിട്ടും, അതിൻ്റെ അർത്ഥവും കിട്ടും. ഉത്തരാസ്വമരം കഥയിൽ ഈ രംഗത്തിൻ്റെ പരിസമാപ്തി കുറിക്കുന്നത് ഒരു ആട്ടം എന്ന് പറഞ്ഞാൽ മനോധർമ്മ ആട്ടം. അത് നമ്മുടെ കാമദേവൻ്റെ വരവിന് വേണ്ടിയിട്ട് നിലാവ് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് കണ്ടിട്ട് കാമദേവൻ്റെ വരവിന് വേണ്ടി വെൺകൊറ്റക്കൊട പിടിച്ചിരിക്കുകയാണെന്ന് തോന്നും. വണ്ടുകളുടെ ശബ്ദം കേട്ട് ശംഖുവിളിയാണ്. അങ്ങനെ ചില മെറ്റഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള മനോധർമ്മമാണ് ഈ രംഗത്തിൻ്റെ അവസാനം കാണിക്കാറ്. ഇത് കഴിഞ്ഞ് വരുന്ന രംഗത്തിലാണ് ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. കഥ ഒക്കെയൊരു എന്താ പുതിയ ഭാഷ പറഞ്ഞാൽ ട്വിസ്റ്റ് തന്നെയല്ലേ പറയാം അല്ലേ? അതെ. ഉണ്ടാവുന്നത് ദൂതൻ, അതായത് ദുര്യോധന സഭയിലേക്ക് ഒരു ദൂതൻ വരികയാണ്. ആ ദൂതൻ്റെ പദം കഥകളിയുടെ തൗര്യത്രികം എന്ന നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പദമാണ് ഉത്തരാസമരത്തിലെ ദൂതൻ്റെ ഈ പദം. ഈ ദുര്യോധനൻ പറഞ്ഞയച്ച അനവധി ചാരന്മാരിൽ ഒരാളാണ്. അപ്പം അദ്ദേഹം വന്ന് പറയുന്നതാണ് സന്ദർഭം. അപ്പോൾ അവിടെ ദൂതൻ്റെ പ്രവേശത്തിൽ തന്നെ ആചാര്യന്മാർ ഒരു സംഗതി ചേർത്ത് വെച്ചിട്ടുണ്ട്. വെറുതെ കയറി വരികയല്ല, അയാളുടെ പാദചലനങ്ങളിലൊക്കെ ചെറിയൊരു പരിഭ്രമം കാണാം. അങ്ങനെ വായിച്ചാൽ എം കൃഷ്ണൻ നായർ സാറ് പണ്ട് സാഹിത്യമാരഫലം എന്നുണ്ട് കലാകൗമുദിയിൽ എഴുതിയിരുന്നു. അപ്പം അതിൽ ഈ മോശം കഥകൾ എഴുതുന്ന ആൾക്കാരെയൊക്കെ കുത്തിക്കൊല്ലും അദ്ദേഹം വാക്കുകൾ കൊണ്ട്. അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കഥയും നോവലും കവിതയൊക്കെ പേന കൊണ്ട് എഴുതാം, പെൻസിൽ കൊണ്ട് എഴുതാം, ദയവ് ചെയ്തിട്ട് പിക്കാക്സ് കൊണ്ട് എഴുതരുത്. അപ്പം എഴുതാൻ ഉപയോഗിക്കുന്ന വസ്തു, അതായത് വാക്കുകളുടെ ശക്തിയെക്കുറിച്ചാണ്. അപ്പം ഇവിടെ ഇരയിമ്പൻ തമ്പി എഴുതി വെച്ച വാക്കുകളുടെ ശക്തിയിലേക്ക് കഥകളി അഭിനയത്തിൻ്റെ സങ്കേതങ്ങളെ ഉൾച്ചേർത്ത കൃത്യമായൊരു കോറിയോഗ്രഫി വർക്ക്
ആചാര്യന്മാർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ദൂതൻ്റെ പ്രവേശം, സാധാരണ പ്രവേശം എന്ന് പറഞ്ഞാൽ ഒരു ദൂതൻ കയറി വരുന്ന ഇങ്ങനെ രണ്ട് കാല് ഉണ്ടാക്കം വന്ന് ഇവിടെ ഈ ദൂതന്റെ വരവിൽ അങ്ങനെ സാവകാശം വന്നാൽ പോരാ. കാരണം എന്താ? ഗന്ധർവന്മാരിൽ ഒരുത്തൻ അവനെയും വധിച്ചു പോലെന്ന് പറയാനാണ് വരുന്നത്. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന കൺക്ലൂഷനിലേക്ക് എത്താൻ പോകുന്ന സന്ദർഭത്തിന് തൊട്ടുമുമ്പുള്ള സംഭവമാണിത്. അവിടെ ഈ ദൂതന്റെ പ്രവേശത്തിൽ ഒരു പരിഭ്രമം, ഒരു പരിഭ്രാന്തി, അറിഞ്ഞ വിഷയം വേഗം രാജാവിനെ അറിയിക്കാനുള്ള ഒരു പരിഭ്രമം എങ്ങനെ കാണിക്കാമെന്നുള്ളതിനൊരു തിയേറ്ററിക്കൽ നാടക സങ്കല്പത്തിൻ്റെ വളരെ ശക്തമായ ഒരു അവതരണം ശ്രീരാമ. അപ്പം ആ കയറി വരലൊന്ന് കാണാം. ആദ്യം കയറി വരുന്നത് ഇത് കണ്ടാൽ ഇപ്പം നമുക്ക്, ഞാനിപ്പോൾ ഇത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിത് ഒരു കലാരൂപം ആസ്വദിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളുടെ സബ് ടെക്സ്റ്റ് എന്താണ്, ആ സങ്കേതങ്ങളുടെ അടിയൊഴുക്കുകൾ എന്താണെന്നും കൂടി അന്വേഷിച്ചാലേ അതിന് കൃത്യമായിട്ടുള്ള ആസ്വാദനം നടക്കും. അപ്പം ഈ പ്രവേശനം നമുക്കൊന്ന് കണ്ടു നോക്കാം. ബദ്ധാഞ്ജലി സദസി ഗോപി ജഗാദൂത ദൂതന്റെ പരിഭ്രമം മുഴുവൻ ആ ഒരു പ്രവേശത്തിൽ തന്നെ പ്രകടമാണ്. എന്നിട്ട് പറയുന്നത് ജയ ജയ നാഗകേതന എന്നുള്ള പദം തിരുവാതിരക്കളിക്കാർ കയ്യിലെടുത്ത് അമ്മാനമാടുന്ന പദമാണ്. പക്ഷെ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് ഈ അർത്ഥം ആവശ്യമില്ലല്ലോ, അവർക്ക് ഇതിൻ്റെ താളം മാത്രമല്ല. അപ്പം ചിലപ്പോൾ ഈ വിജനേപതയൊക്കെ അവർ കൈകൊട്ടി കളിക്കും. എന്നിട്ട് അരുതേ ശിവാശിവാസു എന്നൊക്കെ പാടും. അരുതേ ശിവ ശിവാസു ചരിതേ എന്നാണ് വാക്ക്. അരുതേ ശിവാശിവാസു ചരിതേ എന്ന് പാടാൻ അവർക്കൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ അപകടമാക്കുന്ന തിരുവാതിരക്കളിക്കാരുണ്ട്. ഇവിടെ ഉള്ളവരല്ല കേട്ടോ, ഞങ്ങളുടെ നാട്ടിലത്തെ കഥ പറഞ്ഞത്. ഏതായാലും അങ്ങനെ ജയ ജയ നാഗകേതന എന്നുള്ള പദം അതിൻ്റെ സ്ട്രക്ചറൽ ബ്യൂട്ടി, രചനാപരമായ സൗന്ദര്യം അതിനേക്കാൾ മനോഹരമായി രംഗചിത്രമാക്കി, രംഗപടമാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗം പാർത്ഥിവേന്ദ്ര ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു വേഗം. രാജേഷ് ബാബു ആ ശ്രുതി ഒന്നും വേണ്ട, എനിക്ക് ശ്രുതിയിൽ വർത്തമാനം പറയാൻ അറിയില്ല. എന്തൊരു സമാധാനം. പാർത്ഥിവേന്ദ്ര ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു വേഗം. അർത്ഥം മനസ്സിലായില്ലേ? പാർത്ഥിവേന്ദ്ര ഞാൻ ഇവിടെ പാർത്തലം തന്നിൽ സ്വൈരമിന്ന് ഗൂഢമായിട്ട് പാർത്ഥന്മാർ എങ്ങ് മരുവുന്നു എന്നുള്ള പരമാർത്ഥമറിവതിന് അവരെ നന്നായി. ഇതുവരെ ഒരു ടെമ്പോയിൽ പറഞ്ഞു. ഏത്? പാർത്ഥിവേന്ദ്ര ഞാനിവിടെ നിന്നു തിരിച്ചു വേഗം പാർത്തലം തന്നെ സ്വരമിന്നു ഗൂഢമായിട്ടു പാർത്ഥന്മാർ എങ്ങൂ മരുവുന്നു എന്നുള്ള പരമാർത്ഥമറിവതിനിന്നും അവരെ നന്നായി എന്ന് താരസ്ഥായിൽ പാടി. വിരഞ്ഞു മുരരിപുരത്തിലും ചിരം ജലനിധികൾ തടത്തിലും തിരഞ്ഞു ബഹുജനപഥത്തിലും തിരിഞ്ഞതിലൊരു വിധത്തിലും. എത്ര രസമായിട്ട് എഴുതി വെച്ചാണ്.
അല്ല, അതിൻ്റെ ആലാപനം നോക്കും. അപ്പം ആ മന്ത്രസ്ഥായിൽ തുടങ്ങി താരസ്ഥായിലെത്തി. തിരിഞ്ഞതിലൊരു കാമ്പോജിയുടെ സാധ്യതയെ കഥകളി സംഗീതത്തിൻ്റെ അഭിനയ സംഗീതത്തിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ അതിമനോഹരമായ ചിത്രം കൂടിയാണ്. നമുക്ക് ആ മുദ്രകളൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. പാർത്ഥിവേന്ദ്ര രാജാവേ, പാർത്ഥിവേന്ദ്ര, ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു വെച്ചാൽ തിരിച്ചു എന്നല്ല, പോയി എന്നാണ്, തിരിച്ചു വേഗം പാർത്തലം തന്നിൽ സ്വൈരം, സുഖമായിട്ട് സ്വൈരം ഇന്ന് ഗൂഢമായി പാർത്ഥന്മാർ പാണ്ഡവര് പാർത്ഥന്മാർ എങ്ങ് എവിടെ മരുവുന്നു താമസിക്കുന്നു എന്നുള്ള പരമാർത്ഥം സത്യം അറിവതിനിന്ന് അവരെ നന്നായിച്ചാൽ മനോഹരമായി എന്നല്ല, വേണ്ട പോലെ നന്നായി വിരഞ്ഞു മുരരിപുപുരത്തിലും, അവിടെയാണല്ലോ ഉണ്ടാവാൻ സാധ്യത ശ്രീകൃഷ്ണൻ്റെ അവിടെ, വിരഞ്ഞു മുരരിപുപുരത്തിലും ചിരം ജലനിധികൾ സമുദ്രതീരത്തും ജലനിധികൾ തടത്തിലും വിരഞ്ഞു ബഹുജന പഥത്തിലും അന്വേഷിച്ചു. പല പ്രദേശത്തും രാജ്യങ്ങളിലും അറിഞ്ഞതില്ല ഒരു വിധത്തിലും ഒരു പ്രകാരത്തിലും. ഇതാണ് പദം. പൊന്നാനി ശിങ്കിടി, അതായത് പ്രധാന ഗായകനും സഹഗായകനും പാടുന്ന ആ ഡ്യൂറേഷനിൽ മുദ്ര കാണിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ട്. വളരെ ചടുലമായ ചലനങ്ങളുണ്ട്. ഇത് കഴിഞ്ഞ് ഇതിൽ തോങ്കാരം, വട്ടം വെച്ച് കലാശം തുടങ്ങിയ സങ്കേതങ്ങളും കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ അവതരണം. ഒന്ന് കണ്ടു നോക്കാം. പാർത്ഥിവേന്ദ്ര ഞാനിവിടെ നിന്നു തിരിച്ചു വേഗം. പാർത്ഥിവേന്ദ്ര ഞാനിവിടെ നിന്നു തിരിച്ചു വേഗം. തന്നിൽ സ്വൈരമിന്നു തിരിച്ചു വേഗം. പാർത്തലം തന്നിൽ സ്വൈരമിന്നു ഗൂഢമായിട്ടു പാർത്ഥന്മാർ എങ്ങോ ഗൂഢമായിട്ടു പാർത്ഥന്മാർ എങ്ങോ മരുന്നു എന്നുള്ള പരമാർത്ഥം അറിഞ്ഞിടുവതേനു എന്നുള്ള പരമാർത്ഥം അറിഞ്ഞിടുവതേനു അവരെ നന്നായി വിരഞ്ഞു മുരരിപുപുരത്തിലു വിരഞ്ഞു മുരരിപുപുരത്തിലു ചിരം ജലനിധികൾ തടത്തിലു ചിരം ജലനിധികൾ തടത്തിലു വിരഞ്ഞു ബഹുജന പദത്തിലു വിരഞ്ഞു ബഹുജന പദത്തിലു തിരിഞ്ഞതിലൊരു വിധത്തില് തിരിഞ്ഞതിൽ ഒരു വിധത്തിലും
അവസാന ഭാഗത്ത് കണ്ടത് വട്ടം വെച്ച് കലാശം നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് എടുത്തത് തോങ്കാരം എന്ന് പറയും. ആ ജയ ജയ നാഗകേതന എന്ന് വീണ്ടും ആവർത്തിച്ച് പാടിയിട്ട് പ്രയോക്താവ് ചെയ്ത ആ ക്രിയയുടെ പേര് തോങ്കാരം എന്നാണ്. കഥകളിലെ നൃത്തങ്ങളിൽ ഒന്നാണ് ഈ തോങ്കാരം എന്നുള്ളത്. തോങ്കാരവും വട്ടം വെച്ച് കലാശവുമാണ് കണ്ടത്. ഇത് ഇങ്ങനെ ഈ ഇരയിമ്മൻ തമ്പി കഥകൾ മൂന്നും അല്ലെങ്കിൽ രണ്ടും, അതായത് കീചകവധമായാലും ഉത്തരാസ്വയംവരായാലും രണ്ടും കൊട്ടാരങ്ങളിലെ ഉപജാപങ്ങളെക്കുറിച്ചുള്ള കഥകളാണ്. അപ്പോൾ കൊട്ടാരത്തിലുള്ള ആളാണല്ലോ തമ്പി. 3 രാജാക്കന്മാരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടുത്തെ കൊട്ടാരം ചിന്തയാൽ ജാഗരം കൊള്ളുന്നു കൊച്ചുകുടിൽക്കത്രേ നിദ്രാസുഖമെന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് തമ്പി. അപ്പോൾ കൊട്ടാരങ്ങളിൽ നടക്കുന്ന ഉപജാപങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ഉത്തരനെ പോലൊരു കഥാപാത്രമൊക്കെ കൊട്ടാരത്തിലുണ്ടായിരുന്നിരിക്കാം, തിരുവിതാംകൂർ ചരിത്രത്തിലുണ്ടായിരുന്നിരിക്കാം. അപ്പോൾ തമ്പി കഥകളിൽ അങ്ങനെ ഈ ഉപജാപങ്ങളുടെ കൊട്ടാരത്തിലെ അന്തഃപുര രഹസ്യങ്ങൾ അടുത്ത് നിന്ന് അറിഞ്ഞ കണ്ട ആളെന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരാസ്വയംവര കഥയുടെ രചനയിലായാലും കീചകവധത്തിൻ്റെ രചനയിലായാലും അതിൻ്റെ സൂക്ഷ്മത ഒരു നമ്മളിപ്പോൾ സസ്പെൻസ് ത്രില്ലർ ഒക്കെ എഴുതുമ്പോൾ, സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എത്രത്തോളം സൂക്ഷ്മത പാലിക്കണമോ അത്രത്തോളം സൂക്ഷ്മമായിട്ടാണ് ഈ തമ്പി ഈ ആട്ടക്കഥയുടെ ഓരോ രംഗങ്ങളെയും നിബന്ധിച്ചിട്ടുള്ളതെന്ന് കാണാം. ഇനി നമ്മുടെ ഇന്നത്തെ വിഷയം തൗര്യത്രികമായതുകൊണ്ട് നാട്യശാസ്ത്രപ്രകാരം യുദ്ധം, വധം ഒന്നും അരങ്ങിൽ കാണിക്കരുത് എന്നാണ്. വധമൊന്നും കാണിക്കന്നെ വേണ്ട. ഇവിടെ നമ്മൾ രൗദ്രഭീമനെ ദുശാസൻ്റെ മാറൊക്കെ പിളർന്ന് ചോര കുടിക്കലും ചായലിയാണ് കൈമിൽ തേക്കണമെന്നൊക്കെ അറിയിച്ചാലും നമുക്കത് കണ്ടാലേ ഒരു ഹരമുള്ളൂ അല്ലേ. അങ്ങനെ ചോര കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അർമാദിക്കണം. അപ്പോൾ ഈ സായിപ്പ് ഇങ്ങനെ കഥകളി കാണാൻ വന്നപ്പോൾ എന്നും ഇതിങ്ങനെ കാണിച്ചു കൊടുക്കുക അത്രേ സായിപ്പിനെ. അപ്പോൾ സായിപ്പ് പറഞ്ഞു ഞങ്ങൾ കഥകളി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്, ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതല്ല. ഇവിടെ അപ്പുണ്ണിത്തരകൻ ഉജാലയുടെ കുപ്പിയിൽ അപ്പോൾ ചായയിലും കൊണ്ടുവന്നവരും ഇതിങ്ങനെ ഇങ്ങനെ കാണിച്ച് ഇത് കാണാനല്ല ഞങ്ങൾ വന്നത്, എന്താണ് കഥകളി എന്നറിയാം. നമ്മുടെ വിചാരം സായിപ്പിന് ഇത് കണ്ടാലാണ് ഇഷ്ടമാവുക എന്നാണ്. അങ്ങനെയുണ്ട്. ഈ ഗിമ്മിക്സിലാണല്ലോ നമ്മൾ എപ്പോഴും അഭിനമിക്കുന്നത്. ഇനി ഇവിടെ അങ്ങനെ ഗിമ്മിക്സ് ഒന്നും ഇല്ലാതെ, വേറെ സൗണ്ട് ഇഫക്റ്റോ ലൈറ്റ് ഇഫക്റ്റോ ഒന്നുമില്ലാതെ കഥകളിൽ വളരെ സൗമ്യമായിട്ട് യുദ്ധരംഗമൊക്കെ ചിത്രീകരിക്കും. അത് കുട്ടികൾ കണ്ട ഇതാണോ അപ്പോൾ യുദ്ധം ചോദിക്കും. ഇപ്പോഴത്തെ കുട്ടികളെ കഥകളി കാണിച്ചു ഇത് വിരാടനും പിന്നെ തൃകർത്തനും കൂടിയുള്ള യുദ്ധം, പിന്നെ ഇതല്ലേ യുദ്ധം, ഇതെന്ത് യുദ്ധം ചോദിക്കും. അപ്പോൾ യുദ്ധത്തിന് ഏറ്റവും മിനിമം സ്പേസിൽ, മിനിമം എഫേർട്ടിൽ, മിനിമം സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിനെ വളരെ കൃത്യമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു രംഗം ഉത്തരാസ്വയംവരത്തിലുണ്ട്. അതിനു മുമ്പ് തൃകർത്തൻ്റെ ഒരു പദം ഒന്ന് ചെയ്തുവിടാ നമ്മൾ. തൃകർത്തൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സുശർമാവ്. ഈ ദുര്യോധനൻ്റെ ഒരു സാമന്തന ഗുണ്ടേ ശരിക്കും. ദുര്യോധനൻ എന്ത് പറഞ്ഞാലും ചെയ്യും. കൊല്ലടാ പറഞ്ഞ പോയി കൊന്നിട്ട് എന്നിട്ട് എന്തിനെ കൊല്ലാൻ പറഞ്ഞു പിന്നെ ചോദിക്കുള്ളൂ. അങ്ങനത്തെ ചങ്ങായിയാണ്. അപ്പോൾ ഈ ദൂതൻ ഈ വിഷയം വന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഭീഷ്മരും ദ്രോണരുടെ കൂടി ആലോചിച്ച് പറഞ്ഞു ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ. എന്നാൽ വിരാടൻ്റെ ഗോധനം ഇന്നൊന്നൊഴിയാതെ ഹനിക്കണം. അപ്പോൾ വിരാടന് അന്ന് സമ്പത്തിൻ്റെ അളവുപോലെ സ്വർണ്ണമല്ല, 63,000 റുപ്യ പവനുള്ള സ്വർണ്ണമല്ല, ഗോധനമാണ്. എത്ര പശു? 100 പശുക്കളുള്ള തമ്പുരാനാണെന്ന് പറഞ്ഞാൽ ആ തമ്പുരാൻ വലിയ തമ്പുരാനായി. അപ്പം 101 ആൾ അതിലും വലിയ തമ്പുരാനായി. ആ കാലത്ത് ഈ ഗോധനം അപഹരിക്കുമ്പോൾ പാണ്ഡവരാണ് അവിടെ ഒളിച്ചു താമസിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവർ പുറത്ത് ചാടും. അതിന് ഞാൻ നേരിട്ട് പോവുകയല്ല വേണ്ടത്. ദുര്യോധനൻ അതിനൊക്കെയുള്ള വകതിരിവുണ്ട്. അതിന് പറ്റിയൊരാളുണ്ട്, ഗുണ്ട. ആരാണത്? സുശർമാവ്. സുശർമാവിനെ വിളിച്ചു വരുത്താണ്. സുശർമാവ് വന്ന് ദുര്യോധനനോട് പറയുന്ന പദത്തിൽ അവിടെ ഈ നമ്മൾ നേരത്തെ കണ്ട വട്ടം വെച്ച് കലാശം തന്നെ വേറെ ഒരു താളത്തിൽ ചെയ്യുന്ന സന്ദർഭം. അപ്പോൾ കൗരവേന്ദ്ര നമസ്തുത എന്ന് ദുര്യോധനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന ആ തൃകർത്തൻ്റെ പദത്തിൽ ഒരു ഭാഗം നമുക്കൊന്ന് കണ്ടുപോകാം. പറഞ്ഞു
നമോസ്തു തേ നൃപതേ കരവാമ കിം വദ ഗൗരവേന്ദ്ര നമോസ്തു തേ നൃപതേ കരവാമ കിം വദ ഗൗരവേന്ദ്ര നമോസ്തു തേ നൃപതേ കരവാമ കിം വദ ഭൈരവ പ്രിയ കുലമണേ സുമതേ കരവാമ കിം വദ ഭൈരവ പ്രിയ കുലമണേ സുമതേ വൈരിവാരമതീവ തവ ഭുജ സമയക്കുറവ് കൊണ്ടാണ് വേഗം ഇത്. പണ്ട് ഈ പാർട്ടി സമ്മേളനത്തിന് EMS ഒക്കെ പ്രസംഗിക്കാൻ വരുന്നതിന് മുമ്പ് മേദിനി ചേച്ചിയെ കൊണ്ട് പാട്ട് പാടിക്കത്രേ. EMSൻ്റെ പ്രസംഗം കേൾക്കാനാണ് ആൾക്കാർ വരിക എന്ന് മേദിനി ചേച്ചിക്ക് അറിയാം. എന്നാലും മേദിനി ചേച്ചി പാടിക്കൊണ്ടേയിരിക്കും EMS വരുന്നവരെ. എന്ന് പറഞ്ഞ പോലെ മധുവിൻ്റെയും ശങ്കരൻ നമ്പൂരിൻ്റെ ആരാധകർ വരുന്നത് വരെ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. ശരി, അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് യുദ്ധവട്ടം, വിരാടനും തൃകർത്തനും കൂടിയുള്ള യുദ്ധവട്ടം. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ആ ഭാഗം ഒന്ന് വെറുതെ പരിചയപ്പെടാൻ, കഥകളിലത്തെ സങ്കേതങ്ങളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ ആ യുദ്ധവട്ടം എന്താണ് എന്ന്. വിരാടൻ, തൃകർത്തൻ. അങ്ങനെ വിരാടനെ പിടിച്ചു കെട്ടി എന്നുള്ള കഥ കേട്ടിട്ട് വലലൻ വരികയും വലലൻ മോചിപ്പിക്കുകയും തൃകർത്തൻ തോറ്റുപോവുകയാണ് ചെയ്യുന്നത്. കഥ ഇനി കഥയിലേക്ക് കടക്കണില്ല. നമുക്ക് അനുവദിച്ച സമയം ഏകദേശം തീരാറായി. ഉത്തരാസമരം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അറിയാതെ പറഞ്ഞു പോകുന്നൊരു വാക്കാണ് കുമ്മി. വീരവിരാട കുമാരവിഭു. ഇവിടെ ഈ സംഭവം നടക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ ഒരു മറുഭാഗത്ത് അവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ അരവിന്ദ മിഴിമാര് എന്ന് പറഞ്ഞിട്ട് ആര്, ഉത്തരനും കുറേ പെണ്ണുങ്ങളും കുഴിയുന്ന ഇങ്ങനെ ലൂസ് സ്റ്റോക്കാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നല്ല ഗീർവാണം അടിച്ചിട്ടുണ്ട്. പണ്ട് ദേവേന്ദ്രൻ അസുരന്മാരുടെ ശല്യം സഹിക്കാൻ വേണ്ടിയിട്ട് എന്നെ യുദ്ധത്തിന് വിളിച്ചു. അപ്പോൾ പെണ്ണുങ്ങൾ വിളിച്ചു, പിന്നെ സത്യം
ഞാനല്ലേ, ഞാൻ എന്നിട്ട് ഐരാവതത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ദേവേന്ദ്രൻ പറഞ്ഞു താൻ കയറിക്കോളുക, ഈ ജാതി വിടൽസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വിരാടനെ പിടിച്ചു കെട്ടുന്ന നേരത്ത്. അത് ഈ തമ്പിയുടെ ചിന്തയിൽ അങ്ങനെ ഒരു കഥാപാത്രം വരണമെങ്കിൽ അങ്ങനെ ഒരാൾ തിരുവിതാംകൂർ രാജവംശത്തിലുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഏതായാലും നല്ലൊരു കഥാപാത്ര സൃഷ്ടിയാണ്. അപ്പോൾ വീരവിരാട കുമാരവിഭവം എന്നുള്ള കുമ്മി നമുക്കൊന്ന് കണ്ട് ഈ കുമ്മി കളിച്ച് നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുമ്മിയുടെ ഭാഗം ഒന്ന് കണ്ടുപോകാം. വിരാട കുമാരവിഭോ വിരാട കുമാരവിഭോ ചരുതര ഗുണസാഗര ഭോ ചരുതര ഗുണസാഗര ഭോ മരലവണ്യ തോന്തത്തിന്തകം മരലവണ്യ നാരി മനോഹരി തരുണ്യ നാരി മനോഹരി തരുണ്യ ജയ ജയ ഭൂരി കാരുണ്യ ജയ ജയ ഭൂരി കാരുണ്യ സാരത്തിക ബാരിൽ തവ നേരൊത്തവരാരുത്തര സാരത്തിക ബാരിൽ തവ നേരൊത്തവരാരുത്തര സാരസ്യ സാരമറിവത്തിനും സാരസ്യ സാരമറിവത്തിനും നല്ല മാരസ്യ ലീലകൾ ചെയ്വത്തിനും നല്ല മാരസ്യ ലീലകൾ ചെയ്വത്തിനും നാളികലോചന മാരേ നാളികലോചന മാരേ കളഞ്ഞു വിവിധമോനോ കളഞ്ഞു വിവിധമോനോ കേളികളാടി തോന്തത്തിന്തക കേളികളാടി മൂതാരാഗമാലകൾ പാടി മൂതാരാഗമാലകൾ പാടി കരം കൊട്ടി തലവേടാടി കരം കൊട്ടി തലവേടാടി തിരുമുമ്പിൽ താളത്തൊടു മേളിച്ചനുകൂലത്തൊടു താളത്തൊടു മേളിച്ചനുകൂലത്തൊടു നാളികളെ നടനം ചെയ്തിടണം നാളികളെ നടനം ചെയ്തിടണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം നല്ല കേളി ജഗത്തിൽ വളർത്തിടണം ഹൃദ്യതരമൊന്നു പാടിടുവാൻ ഹൃദ്യതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ ഉദ്യോഗമേതും കുറയ്ക്കരുതേ വിദ്യുല്ല തങ്കീതോന്തത്തിന്തക വിദ്യുല്ല തങ്കി ചൊല്ലിടുക ഗദ്യങ്ങൾ ഭംഗി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സത്യോമതങ്കി കലർന്നു നീ സത്യോമതങ്കി ധണം തക തദ്ധിമി തത്തയ്യ തത്വം തത്വമെന്ന് തദ്ധിമി തത്തയ്യ തത്വം തത്വമെന്ന് മദ്ദളം വാദയ ചന്ദ്രലേഖേ മദ്ദളം വാദയ ചന്ദ്രലേഖേ നല്ല ഗദ്യങ്ങൾ ചൊൽക നീരത്നലേഖേ നല്ല പദ്യങ്ങൾ ചൊൽക നീരത്നലേഖേ വാണിവളകൾ കീലുങ്ങിടവേ വാരം വാണിവളകൾ കീലുങ്ങിടവേ
പാദം ചേണുറ്റ കൊങ്ക കൂലുങ്ങിടവേ പാദം ചേണുറ്റ കൊങ്ക കൂലുങ്ങിടവേ വെണിയഴിഞ്ഞും തോണ്ടത്തിന്തക വെണിയ അഴിഞ്ഞും നവസുമശ്രേണി പൊഴിഞ്ഞും നവസുമശ്രേണി പൊഴിഞ്ഞും കളമൃദുവണി മൊഴിഞ്ഞും കളമൃദുവണി ഒഴിഞ്ഞും സഖിഹേ കല്യാണി ഘനവേണി സുഖവാണി ശുശ്രോണി കല്യാണി ഘനവേണി ഘനവേണി സുഖവാണി ശുശ്രൂഷി നാമിണങ്ങി കുമ്മിയടിച്ചിടണം നാമിണങ്ങി കുമ്മിയടി ചിടേണം നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മിയടി ചിടണം ഇണങ്ങി കുമ്മിയടിച്ചിടണം നന്നായി വണങ്ങി കുമ്മി അടിച്ചിടണം. അപ്പോൾ ഏതായാലും പെരുമ്പാവൂർ കഥകളി ക്ലബിൻ്റെയും സംഗീത സഭയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അത്യധികമായ സന്തോഷമുണ്ട്. ഒപ്പം ശ്രീ കലാമണ്ഡലം ശ്രീരാമനും ശ്രീ കലാമണ്ഡലം പ്രവീണും വളരെ ആത്മാർത്ഥമായി ഒരു മടിയും കൂടാതെ ആവശ്യപ്പെട്ട എല്ലാ ഭാഗങ്ങളും നമുക്കായി ഇവിടെ അഭിനയിച്ച് കാണിച്ചു തന്നു. അതിന് അവരോടുള്ള നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ്. വാദ്യവിഭാഗത്തിലെ ശ്രീ കലാമണ്ഡലം വേണുവായാലും കലാമണ്ഡലം ശ്രീജിത്തായാലും ഇത് കഴിഞ്ഞ് 2 മണിക്കൂർ സംഗീത സമന്വയത്തിന് കൂടി ഇരിക്കാനുള്ള ആൾക്കാരാണെങ്കിലും അതിൻ്റെ മുഷിപ്പൊന്നും ലെവലേശം മുഖത്തോ പ്രയോഗത്തിലോ കാണിക്കാതെ വളരെ രസകരമായി നമ്മോടുകൂടി അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീ രാജേഷ് ബാബുവും റിനീഷും വളരെ ആത്മാർത്ഥമായി സംഗീത വിഭാഗവും ആ തൗര്യത്രിക ശോഭയ്ക്ക് വേണ്ടും വണ്ണം ഈ 3 കൂട്ടരും നമ്മളെ വല്ലാതെ സഹായിച്ചു, അനുഭവിപ്പിച്ചു. ആ കലാകാരന്മാരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം വളരെ ശ്രദ്ധാപൂർവം ഈ സെഷൻ കണ്ടിരുന്ന ആസ്വദിച്ച പ്രിയപ്പെട്ട കലാ ആസ്വാദകർക്കും നിങ്ങളുടെ മനസ്സിലെ സംശയങ്ങളെ വെറുതെ ഒന്ന് ചെനക്കി വിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ സംശയങ്ങൾ വളരുകയും നിങ്ങളെല്ലാം മുഴുത്ത കഥകളി ഭ്രാന്തന്മാരായി തീരുകയും ചെയ്യുന്ന ആ ഒരു കിനാശേരിയാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. എല്ലാവർക്കും ഇത്രയും നല്ല ഒരു പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാ കലാകാരന്മാർക്കും കഥകളി ക്ലബിൻ്റെ പേരിൽ ഞങ്ങളുടെ സന്തോഷം അറിയിക്കും.